നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, മലയാള ഐക്യവേദിയുടെയും വിദ്യാർത്ഥി മലയാള വേദിയുടെയും ഭാഗമായിട്ട് നമ്മൾ നടത്തി വരുന്ന എങ്ങനെ കെ എസിനെ നേരിടണം എന്നുള്ളതിന്റെ ഒരു മൂന്നാമത്തെ സെക്ഷനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് ആൽഫ മാം ആണ്. മാം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയും കഴിഞ്ഞ കെ എസ് നേടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഏതൊരു പരീക്ഷയും നമ്മൾ നേരിടുന്ന സമയത്ത് അതിന് മുൻകാല ചോദ്യപേപ്പറുകളിലൂടെ കടന്നു പോകുക എന്നുള്ളത് വളരെ അത്യാവശ്യം വേണ്ടതും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഏറെ സ്നേഹത്തോടു കൂടി ആൽഫ മാമിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ കെ എസിലെ ആദ്യത്തെ പരീക്ഷയുടെ പ്രിലിംസിന്റെ പേപ്പർ 1 ചോദ്യപേപ്പറിന്റെ ഒരു ഡിസ്കഷനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതിലെ കൂടുതൽ കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് ആ ഒരു പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ആ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സെഷൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മള് 100 ചോദ്യങ്ങളാണുള്ളത്. 1.5 മണിക്കൂർ സമയവുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു കെ എസ് പരീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നമ്മുടെ സാധാരണ പി എസ് സി പരീക്ഷകളിൽ സാധാ പി എസ് സി പരീക്ഷയെക്കാളും ഒരു തലം മുകളിൽ നിൽക്കുന്നതും എന്നാൽ യു പി എസ് സിയെക്കാളും ഒരു തലം താഴെ നിൽക്കുന്ന ഒരു പരീക്ഷയുമാണ് കെ എസ് എന്ന് പറയുന്നത്. അപ്പോ ഈ പരീക്ഷയെ നേരിടേണ്ടതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ്. ഈ പരീക്ഷയിലോട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ എഴുത്ത് പരീക്ഷയല്ല, കൂടുതൽ നമ്മൾ ബബിൾ മാർക്കിംഗ് ആണ് പരീക്ഷയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ബബിൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ 100 ചോദ്യങ്ങളെ 1.5 മണിക്കൂറിൽ ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് അതിനൊരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മുൻകാല ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യം ശരിക്കും അവിടെയാണ് നിലനിൽക്കുന്നു എന്നത് പറയാം. ഞാനൊരു PPT ഉണ്ട്, ആ PPT ഒന്ന് ഷെയർ ചെയ്യാം. വിസിബിൾ ആണോ PPT? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം, വിസിബിൾ അല്ല. കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? യെസ് കാണുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാം, കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഒരു പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളതും അതിന്റെ മാതൃക എങ്ങനെയാണ്, ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുക. ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ചാലാണ് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും എന്നൊക്കെയുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞങ്ങൾ KS പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മുന്നേ ഒരു KS എന്ന് പറയുന്ന ഒരു പരീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് കൂടുതലും ചെയ്തിരുന്നത് UPSCയുടെ ചോദ്യപേപ്പറുകൾ എടുത്ത് ചെയ്യുകയും PSCയുടെ തന്നെ മുൻവർഷങ്ങളിലുള്ള ചോദ്യപേപ്പറുകൾ ചെയ്യുകയും അതിൽ നിന്നും ഒരു ട്രെൻഡ് മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ PSCക്ക് ഒരു പ്രത്യേക ട്രെൻഡ് ഉണ്ട്. ഓരോ ഹിസ്റ്ററി എടുത്താൽ അല്ലെങ്കിൽ ജോഗ്രഫി എടുത്താൽ ഇതിനൊക്കെ നിശ്ചിത മാർക്കിന് ചോദ്യം ചോദിക്കുകയും ചെയ്യും. അത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. നമുക്കത് വരും സ്ലൈഡുകളിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പേപ്പർ 1 ആദ്യത്തെ KS പരീക്ഷയ്ക്ക് ചോദിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, പൊളിറ്റി, റീസണിങ്, ഇത്രയുമായിരുന്നു നമ്മുടെ പേപ്പർ 1 സിലബസ് എന്ന് പറയുന്നത്. അതില് ഓരോ വിഷയത്തിനും ഓരോ നിശ്ചിത ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുമ്പോൾ മനസ്സിലാവുന്നത് ഹിസ്റ്ററിയിൽ നിന്നും, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും 30ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരള ഹിസ്റ്ററി കൾച്ചറിൽ നിന്നും 20ഓളം ചോദ്യങ്ങളും, ജോഗ്രഫിയിൽ നിന്നും 15 ചോദ്യങ്ങളും, പൊളിറ്റിയിൽ നിന്നും 30 ചോദ്യങ്ങളും, റീസണിങ് ആൻഡ് മാത്സിൽ നിന്ന് 15 ചോദ്യങ്ങളും ചോദിച്ചു. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഫാക്ച്വൽ ക്വസ്റ്റ്യന്റെയും ഒരു കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യന്റെയും കൂടി ഒരു മിക്സർ ആയിരുന്നു ഫസ്റ്റ് KS പരീക്ഷയിലെ പേപ്പർ 1 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ചോദ്യപേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ മേഖലകൾ പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഈ വിഷയങ്ങളിലേക്ക് ചോദ്യപേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും. അതിലൊന്ന് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞിരുന്നാൽ കൂടുതലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡൈനാസ്റ്റികളെ കുറിച്ച് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നടന്ന ആ കാലഘട്ടത്തിൽ നടന്ന ഇവന്റുകളെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. കേരള ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കേരളത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ PSCക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരു മേഖലയാണ് സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചിട്ട് ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ ഉണ്ടായിരുന്ന പല ലെജിസ്ലേഷനുകളെ കുറിച്ചിട്ടും പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിരുന്നു. കേരള കൾച്ചറും അതുപോലെ തന്നെയാണ്. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വേൾഡ് ഹിസ്റ്ററിക്കും PSC വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയണം. സാധാരണ PSC പരീക്ഷകളിൽ എടുത്തു കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററിക്ക് അത്രമാത്രം പ്രാധാന്യം കാണാൻ സാധിക്കില്ല. പക്ഷേ KS പരീക്ഷ എടുക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും 10 ചോദ്യങ്ങളോളം വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും വേൾഡ് വാറിനെ കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട മേജർ ഇവന്റുകളെ കുറിച്ചും ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചിട്ടും ഒക്കെ അതിൽ നിന്നും ചോദ്യങ്ങൾ വരും. പൊളിറ്റി നമുക്കറിയാം. പൊളിറ്റി പഠിക്കുന്ന സമയത്ത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു 4-5 ചാപ്റ്റേഴ്സ് തന്നെയുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫെഡറലിസം എന്താണ് തുടങ്ങിയ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ അമെന്റ്മെന്റുകൾ, ആർട്ടിക്കിളുകൾ, ഒരു ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ആണ് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ബോഡികൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഗവേണൻസിനും PSC വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പല ടേംസും അല്ലെങ്കിൽ പല ഡോക്ട്രിൻസിനെ കുറിച്ചിട്ടുമൊക്കെ PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ജോഗ്രഫി എടുത്തു കഴിഞ്ഞിരുന്നാലും കൂടുതലും ക്ലൈമറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫിയെ കുറിച്ചും ഇന്ത്യയുടെ ജോഗ്രഫിയെ കുറിച്ചിട്ടും ജിയോമോർഫോളജിക്കും ഒക്കെ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണ കഴിഞ്ഞ തവണ PSC ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് റീസണിങ് ആൻഡ് മാത്സ് ആണ്. അത് PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളെ ആസ്പദമാക്കിയുള്ളതും എന്നാൽ കുറച്ച് ഒരു ലോജിക്കൽ പാറ്റേണും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളായിരുന്നു റീസണിങ് ആൻഡ് മാത്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ചോദിച്ചതെന്ന് നോക്കുമ്പോൾ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫാക്ട്സ് ഏതാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് അത് കൂടുതലും ചോദിച്ചു എന്ന് തന്നെ പറയാം. ഒരു 40ഓളം ചോദ്യങ്ങൾ ഫാക്ച്വൽ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയാം. അതുപോലെ മാച്ച് ദ ഫോളോയിങ്, ഒരു പെയർ തന്നിട്ടുണ്ടാകും, ആ പെയർസ് ആയിരിക്കും, ആ പെയർസ് കറക്റ്റ് ആണോ എന്നുള്ളത് മാച്ച് ചെയ്യാനുള്ള ചോദ്യം. പിന്നെയുള്ളത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യം. PSC ആദ്യമായിട്ട് തന്നെ കൊണ്ടുവന്ന ഒരു മെത്തേഡ് ആയിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യം എന്ന് പറയുന്നത്. 4-5 സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കും, അതിൽ നിന്ന് ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ലോജിക്കൽ റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും കൂടുതലും മാത്തമെറ്റിക്സിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ചോദ്യ പേപ്പറിൽ അല്ലെങ്കിൽ ഈ ഓരോ ചോദ്യങ്ങളെയും നമ്മൾ അനലൈസ് അല്ലെങ്കിൽ നമ്മൾ അതിന് ഉത്തരം നൽകുമ്പോൾ നമുക്ക് എല്ലാം പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത്. അപ്പൊ അതിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു ഉത്തരത്തിൽ എത്താം, ഈ കുറഞ്ഞ സമയം കൊണ്ട് 90 മിനിറ്റേ ഉള്ളൂ, ആ 90 മിനിറ്റ് കൊണ്ട് എങ്ങനെ 100 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതിന് ഏറ്റവും അധികം നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റുകളായിരിക്കും ഉണ്ടാകുന്നത്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നോ അല്ലെങ്കിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത് ടാക്കിൾ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മെത്തേഡുകൾ, നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിലൊന്ന് വളരെ അബ്സല്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ വളരെ എക്സ്ട്രീം എന്ന് തോന്നുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരിക്കാം. ആ സ്റ്റേറ്റ്മെന്റുകളിൽ ചിലപ്പോൾ ഓൾവേസ്, നെവർ എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ തോന്നും ഇത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ എന്ന്. അങ്ങനെ തോന്നുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാം, അതെപ്പോഴും തെറ്റായിരിക്കും. അതുപോലെ ചോദ്യം എടുക്കുമ്പോൾ അതിൽ കറക്റ്റ് ഏതാണ് ഇൻകറക്റ്റ് ഏതാണ് എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ തെറ്റായി മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ചോദ്യം എടുക്കുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടതും അത് തന്നെയാണ്. അടുത്തതായി 2 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് തോന്നുകയാണ്. 2 ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ കറക്റ്റ് ആകൂ. അപ്പൊ അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇനി ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. അതുപോലെ സിമിലർ ആയിട്ട് നമുക്ക് തോന്നുകയാണ്, അതായത് 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ 3 ഓപ്ഷൻ നമുക്ക് ഒരുപോലെ തോന്നുന്നു, എന്നാൽ 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും എപ്പോഴും കറക്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ 4 ഓപ്ഷനിലും 4 ഓപ്ഷൻ ഒരുപോലെയാണ് നമുക്ക് തോന്നുന്നത്, അതിൽ ഒരു വൈരുദ്ധ്യങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഓൾ ഓഫ് ദ എബോവ് എന്നുള്ളതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്.
പിന്നെ ചില ചോദ്യങ്ങളിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് ഒരു ഇന്റലിജന്റ് ഗസ്സിംഗ് ചെയ്യുന്നതും വളരെയധികം കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്കിനി ചോദ്യങ്ങളിലോട്ട് പോകാം. അപ്പൊ ഇതിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ കൺസെപ്റ്റിലോട്ട് പോകുന്നില്ല. ഒരു ചോദ്യം തരുമ്പോൾ എങ്ങനെയാണ് ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അതിൽ ഉത്തരം കണ്ടെത്തണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചോദ്യം സ്ലൈഡ് മാറുന്നില്ലായിരുന്നു. ആണോ? ഇപ്പോഴോ? ഇപ്പൊ മാറിയിട്ടുണ്ട്. മാം ബിഗിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് സ്ലൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ഇപ്പൊ ഓക്കെയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി കാണാം. ഇന്ത്യൻ ഹിസ്റ്ററി കാണാം. കാണാമല്ലോ അല്ലേ? കാണാം. ഇപ്പൊ കാണുന്നുണ്ട്. സ്ലൈഡ് മാറുന്നുണ്ടോ? സ്ലൈഡ് മാറുന്നുണ്ട്. ആ ഫ്രം കറന്റ് സ്ലൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീൻ കിട്ടും. ഇപ്പൊ നമുക്ക് അതിലെല്ലാം കാണുന്നുണ്ട്. സ്ലൈഡ് മാത്രം കാണാൻ വേണ്ടി ആ ഫ്രം കറന്റ് സ്ലൈഡ് ഒന്ന് കൊടുത്താൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. കറന്റ് സ്ലൈഡോ? യെസ്. ആ ലെഫ്റ്റ് ടോപ്പിൽ ഫ്രം കറന്റ് സ്ലൈഡ് എന്നൊരു ഓപ്ഷൻ ഇല്ലേ? ഓക്കെ. മാറുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാറുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം ഏത് കിങ്ഡം ആണ്, വിച്ച് കിങ്ഡം ഹാഡ് മാട്രിയാർക്കി ഇൻ സൗത്ത് ഇന്ത്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്. പക്ഷെ ഇതിന് നമുക്ക് എങ്ങനെ ഉത്തരത്തിൽ എത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി ഈ പരീക്ഷയിൽ ക്രാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ മാട്രിയാർക്കി എന്ന് പറയുമ്പോൾ ഒരു വുമൺ റൂളർ എന്നുള്ള ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. അപ്പൊ മാട്രിയാർക്കിയും മാട്രിലീനിയും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. മാട്രിലീനി എന്ന് പറയുമ്പോൾ വുമന്റെ ആ ലീനിയേജിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഈ ചോദ്യം നമ്മൾ എടുക്കുമ്പോൾ പല്ലവയും ചോളയും എന്തായിരുന്നാലും നമ്മളൊരു മാട്രിയാർക്കി എന്നുള്ള ഒരു കാര്യം നമ്മൾ കേട്ടിട്ടില്ല. അവർ രണ്ടുപേരും സ്ട്രോങ് ആയിട്ടും പാട്രിയാർക്കി ഫോളോ ചെയ്തിരുന്ന രണ്ട് കിങ്ഡംസ് ആണ്. അപ്പൊ ആ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവശേഷിക്കുന്നത് പാണ്ഡ്യ ആൻഡ് ചേര ആണ്. ചേര നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ അങ്ങനെ ഒരു മാട്രിയാർക്കി സിസ്റ്റം നമ്മൾ കേട്ടിട്ടില്ല. മാട്രിലീനി സിസ്റ്റം ആണുള്ളത്. അപ്പൊ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് പാണ്ഡ്യ. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിനെ ക്രാക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഡയറക്റ്റ് ചോദ്യമാണ്. ഇത് മാട്രിയാർക്കി ഇതെന്ന് നമുക്ക് ഡയറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷനും കൊടുക്കാം. അതുപോലെ തന്നെയാണ് അടുത്ത ചോദ്യം. വിച്ച് സ്ക്രിപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ ബൈ അശോക? അശോക ഏത് സ്ക്രിപ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് ഇത് ചോദിക്കുന്നത്. സ്ക്രിപ്റ്റ് ആണ് എന്നുള്ളതാണ് ആ ഒരു കീവേഡ് വേണം നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ച്വൽ ചോദ്യമാണ്. ഫാക്ച്വൽ ആയിട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഉത്തരം കൊടുക്കാം. എന്നാൽ നമുക്ക് ആ ചോദ്യത്തെ കുറിച്ച് ഫാക്ച്വൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എങ്ങനെ ആൻസറിലോട്ട് അറൈവ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ പ്രാകൃതം പാലിയും എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസും ലാംഗ്വേജ് ആണ്. അപ്പൊ അത് സ്ക്രിപ്റ്റ് അല്ല. അപ്പൊ തന്നെ നമുക്ക് എയിനെയും ബിനെയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ബ്രഹ്മിയും കരോസ്തിയുമാണ്. അപ്പൊ ഈ രണ്ട് ഓപ്ഷനുകൾ എടുക്കുമ്പോൾ കരോസ്തി ഗാന്ധാരിയ പീരീഡിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു റീജിയനിലുള്ള സ്ക്രിപ്റ്റ് ആണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സി ആണെന്നുള്ള ഉത്തരത്തിലോട്ട് അറിയാം. അതുപോലെ തന്നെയാണ് അടുത്ത ചോദ്യം. ഇതൊരു നേരത്തെ നമ്മൾ കണ്ട രണ്ട് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ അടുത്ത് വരുന്നത് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യമാണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ ആദ്യം തന്നെ നമ്മുടെ ആ കീവേഡ് ഓർത്തുകൊള്ളുക. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്നാൽ ആദ്യം നമ്മൾ ഓപ്ഷൻസിലോട്ട് പോകുമ്പോൾ ഇവിടെ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. 3ഉം 4ഉം ഇതിനുള്ളിൽ വരുന്നില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് നൺ ഓഫ് ദ അബോവ്. ഇതൊന്നും കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ഫ്രഞ്ച് റൂൾ ബിഗൻ വിത്ത് പാനിപ്പത്ത്. ആ ഓപ്ഷൻ തെറ്റാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഫ്രഞ്ച് റൂൾ ബിഗൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ സെറ്റിൽമെന്റ് വരുന്നത് 1673 വരുന്നത്. അപ്പൊ പാനിപ്പത്തിന്റെ ഒരു ബാറ്റിൽ നടക്കുന്നത് എല്ലാം തന്നെ ഏത് വർഷമാണ്? 1526 ഫസ്റ്റ് ബാറ്റിൽ നടക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഈ 3 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ എൻഡ് ചെയ്തത് പാനിപ്പത്തിലാണെന്ന് പറയുന്നു, അതും തെറ്റാണ്. ബാറ്റിൽ ഓഫ് ആന്റിവാഷിലാണ് അത് തീരുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത് കൊണ്ട് ഇത് രണ്ടും അല്ല. പിന്നെ നമ്മുടെ മുന്നിലുള്ള രണ്ട് ചോദ്യങ്ങളാണുള്ളത് 1ഉം 2ഉം. ഇതിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കൂടി ഈ ഒരു ചോദ്യത്തിന് വരണം. അപ്പൊ മുഗൾ റൂൾ ബിഗൻ ആൻഡ് എൻഡഡ് അറ്റ് പാനിപ്പത്ത്. ദാറ്റ് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം മുഗൾ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലാണ് എന്നുള്ളത് പറയാം. അത് എൻഡ് ചെയ്തത് കറക്റ്റ് പാനിപ്പത്തിൽ അല്ലെങ്കിൽ പോലും അതിന്റെ ഒരു ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പാനിപ്പത്തിൽ വെച്ച് തന്നെയാണ്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലാണ് മറാത്താസ് ഡിഫീറ്റഡ് ആകുന്നത്. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 1ഉം 2ഉം കറക്റ്റ് ആണ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ് എന്നുള്ള ഈ ഓപ്ഷനാണ് ഇതിന് ഉത്തരവായിട്ട് വരുന്നത്.
അടുത്തതും ഇതുപോലെ തന്നെ ഒരു ചോദ്യമാണ്. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1 only, both 1 and 2, 2 only, neither, ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ ഇതില് നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ ഈ കണ്ടംപററി ആരാണ്, എന്തോ സ്ക്രീൻ മാറിയുന്നില്ലേ? ഇല്ല മാറുന്നില്ല, സ്ലൈഡ് മാറിയിട്ടില്ല. സ്ലൈഡ് മാറുന്നില്ല, ഇപ്പൊ മാറിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ മാറുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീൻ? ഇല്ല, ഇത് ഇപ്പൊ ഉള്ളത് ആ ഇതിൽ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ മാറുന്നുണ്ട്. യെസ്, ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ ഇതിലെ ചോദ്യത്തില് നിസാമുദ്ദീൻ ഔലിയ വാസ് ദ കണ്ടംപററി ഓഫ് മുഹമ്മദ് തുഗ്ലക്. അപ്പൊ ലീഡേഴ്സ് എടുക്കുമ്പോൾ ലീഡേഴ്സിന്റെ ഏത് കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റൂ. അപ്പൊ നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്നത് ഒരു സൂഫി സെയിന്റ് ആണ്. അപ്പൊ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 1200 അല്ലെങ്കിൽ 1300 കാലഘട്ടമാണ്. മുഹമ്മദ് തുഗ്ലക്കിന്റെ കാലഘട്ടവും ആ കാലഘട്ടം തന്നെയാണ്. അപ്പൊ നമുക്ക് അതിനെ കണ്ടംപററി ആണ് എന്നുള്ളതിന് ഉത്തരം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണോ എന്നറിയാം. അപ്പൊ ഒന്ന് കറക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇനി 2 ഓപ്ഷൻസേ ഉള്ളൂ, എയും ബിയും. ടൂവിനെയും സിനെയും ഡിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ബിക്കോസ് കറക്റ്റ് ആൻസർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് എയും ബിയും നിൽക്കുന്നു. തുളസിദാസ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഷെയ്ഖ് സലീം ചിസ്തി. ഷെയ്ഖ് സലീം ചിസ്തി എന്ന് പറയുന്നത് ഒരു സൂഫി സെയിന്റ് ആണ്. തുളസിദാസ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു പോയറ്റ് ആണ്. അപ്പൊ അവരെ ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ എന്നുള്ള ഒരൊറ്റ ഓപ്ഷനിൽ ഇതിന്റെ ആൻസർ കൊടുക്കാൻ പറ്റും. അടുത്ത ചോദ്യം, വിച്ച് റൂളർ ഓഫ് സൗത്ത് ഇന്ത്യ പ്ലാന്റഡ് ദ ട്രീ ഓഫ് ലിബർട്ടി. ഈ ഒരു ചോദ്യവും ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമാണ്. പക്ഷെ ഇതിങ്ങനെ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിൽ ഉത്തരത്തിലോട്ട് എത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രീ ഓഫ് ലിബർട്ടി ഒരു ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോ ടിപ്പു സുൽത്താനും ഈ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു റൂളർ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ടിപ്പു ആണ് ഈ ട്രീ ഓഫ് ലിബർട്ടി പ്ലാൻ ചെയ്തത് എന്നുള്ളതിൽ ഒരു അറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ബേസിക് ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇതിന്റെ ഉത്തരം, ഒരു ഡയറക്റ്റ് ചോദ്യമാണെങ്കിൽ പോലും ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, അടുത്തത് നോക്കുമ്പോൾ ഓർത്തോളുക, ഇതിൽ ചോദിക്കുന്നത് മാർക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ അത് എപ്പോഴും ഓർത്തോളുക, ഇൻകറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് ആണോ എന്നുള്ളത് ഓർത്ത് തന്നെ ചെയ്യുക. മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് ചോദിക്കുമ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഒരു കാര്യം കൂടി ഓർക്കുക, 1.5 മണിക്കൂറേ ഉള്ളൂ, അതിൽ 100 ചോദ്യങ്ങൾ എഴുതണം. അപ്പൊ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാനുള്ള ഒരു സമയം മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ഉത്തരത്തിൽ എത്താമെന്ന് ചോദിച്ചാൽ, ഇതിൽ 3ാമത്തെ ഓപ്ഷൻ നോക്കിയേ, സുൽ ഹൈക്കുൽ വാസ് ദ ഐഡിയ ഓഫ് ശിവജി. ഇത് നമുക്ക് തെറ്റാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. കാരണം അത് അക്ബർ ആണ് എന്നുള്ളത് എന്തായിരുന്നാലും നമ്മൾ ഒരു തവണയെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ സുല്ലൈഖുലിനെ കുറിച്ച് കേൾക്കുകയും അതിൻ്റെത് അക്ബർ ആണ് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ 3ാമത്തേത് എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാം. അപ്പൊ ഇതിൽ നിന്ന് ഏത് ഓപ്ഷൻ ആയിരിക്കും എടുക്കുക? 3 ഇസ് ഇൻകറക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് നമുക്ക് വരാൻ പറ്റും. കാരണം അഷ്ടപ്രധാൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ശിവജി, അത് കറക്റ്റ് ആണ്. അഷ്ടപ്രധാൻ എന്ന് പറയുന്നത് ശിവജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഓൾ ആർ ഇൻകറക്റ്റ് എന്നുള്ള ഓപ്ഷൻ വരികയും ഇല്ല. സോ 3 ഇസ് ഇൻകറക്റ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് എത്താൻ പറ്റും. അതുപോലെ മഹമ്മൂദ് ഖവാൻ, അതും ഡയറക്റ്റ് ചോദ്യമാണ്. അത് ബഹ്മണി കിങ്ഡം ആണ് ഉത്തരം വരുന്നത്. അത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കിങ്ഡം എടുക്കുമ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിനെ കുറിച്ചും റൂളേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ പഠിച്ചു വെക്കുന്നത് ഇത്തരമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് നമ്മളെ സഹായിക്കും. അടുത്തതും അതുപോലെ ഒരു ചോദ്യമാണ്, റൂളർ യൂസ്ഡ് മാർബിൾ ഇൻ ഹിസ് ബിൽഡിംഗ്. മാർബിൾ കൂടുതലും യൂസ് ചെയ്തത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. താജ്മഹൽ മാർബിളിലാണ് ബിൽഡ് ചെയ്തത്. അപ്പൊ അത് ഏത് റൂളർ ആയിരിക്കും? ഷാജഹാൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ വേണം ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരമായിട്ട് എഴുതാം, നമ്മൾ ഉത്തരത്തിലോട്ട് എത്തേണ്ടത്. അടുത്തൊരു ചോദ്യമാണ്, ഹു റോട്ട് ദ ബുക്ക് എ നേഷൻ ഇൻ ദ മേക്കിംഗ്. ഇത് PSC സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എ നേഷൻ ഇൻ ദ മേക്കിംഗ് ആരുടെ പുസ്തകമാണ് എന്നുള്ളത്. അപ്പൊ ഇതില് ഉത്തരം SN ബാനർജി ആണ്. അത് ഡയറക്റ്റ് അറിയുമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു ഗസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഇന്റലിജന്റ് ഗസ്സും ആയിരിക്കുന്നത്. സരോജിനി നായിഡു കൂടുതലും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് പോയട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ജവഹർലാൽ നെഹ്റു ആണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. ഈ നേഷൻ ഇൻ ദ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ബുക്കുകൾ നമുക്ക് ഫേമസ് ആണ്. ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്കുകളെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ അബ്ദുൽ കലാം ആസാദിന്റെ ബുക്ക് ഇന്ത്യ വിൻസ് ഫ്രീഡം,
ഓരോ റൂളറും അല്ലെങ്കിൽ ഓരോ ലീഡേഴ്സിന്റെയും അവരെഴുതിയ പ്രധാന പുസ്തകങ്ങളും, എല്ലാ പുസ്തകങ്ങളും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, പ്രധാന പുസ്തകങ്ങളും ഓർത്ത് വെക്കുക. അപ്പൊ അതിൽ ഒരു നേഷൻ ഇൻ ദ മേക്കിംഗ് എന്ന് പറയുന്ന പുസ്തകം SN ബാനർജിയാണ് ഉത്തരം. ഇത് കൂടുതലും PSC പ്രീവിയസ് ഇയറിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത കേരള ഹിസ്റ്ററിയിലോട്ട് പോകുമ്പോൾ, കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട്, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഈ കീവേഡ് ഓർത്തോളുക, നോട്ട് എ വർക്ക് ഓഫ് പണ്ഡിറ്റ് കറുപ്പൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പണ്ഡിറ്റ് കറുപ്പന്റെ വർക്ക് അല്ലാത്തത് ഏത് എന്നതാണ്. അപ്പോ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓരോ റൂളേഴ്സും ആ റൂളേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളും പഠിക്കണമെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ കുറച്ച് ഷോർട്ട് കട്ടുകളൊക്കെ പഠിച്ചു വെക്കണം. ഇതില് ആനന്ദ സൂത്രം, ആനന്ദ എന്ന് പറയുന്നതുമായി എപ്പോഴും റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദമഠം എന്തായിരുന്നാലും നമ്മൾ സോഷ്യൽ റിഫോമേഴ്സ് പഠിക്കുമ്പോൾ ഓരോ റിഫോമേഴ്സും എന്തൊക്കെയാണ് അവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കും. അപ്പൊ ആനന്ദമഠം ഉണ്ടാക്കിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പോൾ ആനന്ദ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ തന്നെ നമുക്ക് പണ്ഡിറ്റ് കറുപ്പന്റെ വർക്കല്ല എന്ന ആനന്ദ സൂത്രം A എന്നുള്ളതിന് ഓപ്ഷൻ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അടുത്ത ചോദ്യമാണ് ഫോളോയിങ് പെയർസ്, മാച്ച് ദ ഫോളോയിങ്. ഇപ്പൊ PSC ഒരുപാട് ചോദ്യങ്ങൾ, KS മാച്ച് ദ ഫോളോയിങ് ടൈപ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷനും അതിന്റെ ഫൗണ്ടർമാരാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആനന്ദ എന്ന് പറയുന്നതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ ഈ സെക്കൻഡ് ഓപ്ഷൻ ആനന്ദ മഹാസഭ എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദനല്ല, അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ്ലി മാച്ച്ഡ് ഏതാണ്. അപ്പൊ 2 എന്നുള്ള ഓപ്ഷൻ തെറ്റാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ പറയുന്ന B എന്നുള്ള ഓപ്ഷനും C എന്നുള്ള ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിൽക്കുന്നത് A ആൻഡ് D ആണ്. വിദ്യാഘോഷിണി സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് A എന്നുള്ള ഓപ്ഷനിലോട്ട് എത്താനായിട്ട് സാധിക്കും. എല്ലാ ഓർഗനൈസേഷനും അതുപോലെ ഈ സോഷ്യൽ റിഫോമേഴ്സിന്റെ ഓർഗനൈസേഷൻസ് അത് ആരാണ് ഫൗണ്ട് ചെയ്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് PSC സ്ഥിരം ചോദിക്കാറുള്ള ഒരു മേഖലയുമാണ്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ട് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ആര്യപല്ലം ഈസ് ഓർ ആർ കറക്റ്റ്. ആര്യപല്ലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ അകലത്തിരുട്ട് എന്ന് പറയുന്ന പുസ്തകം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് വൈകുണ്ഠസ്വാമികൾ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ 4 എന്നുള്ളത് തെറ്റാണ് എന്ന് മനസ്സിലാകും. സോ ഓൾ ഓഫ് ദ എബോവ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് പോയി കഴിഞ്ഞാൽ പിന്നെ 3 ഓപ്ഷനിലും 1 ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി 2-ൽ നിന്നും 3-ൽ നിന്നുമാണ് നമ്മളൊരു ഓപ്ഷൻ എടുക്കേണ്ടത്. പാലിയം സത്യാഗ്രഹ എന്ന് പറയുന്നത് പാലിയത്ത് റോഡിലൂടെ സ്ത്രീകൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നടക്കാൻ വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു. ഇൻഡിപെൻഡൻസിന് ശേഷം നടന്ന സമരം. അതിലൊരു പ്രധാന റൂളർ ആയിരുന്നു ആര്യപല്ലം എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ 3-ാമത്തെ ഓപ്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. 3 ഈസ് കറക്റ്റ്. അപ്പോൾ C എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് എത്താൻ പറ്റും. കാരണം 1 3-ലും ഉണ്ട്, 1 and 2 3-യും കറക്റ്റ് ആണ്. അപ്പോൾ ഒറ്റ ഓപ്ഷനെ നമുക്കിവിടെ അവശേഷിക്കുന്നുള്ളൂ, C. അതുപോലെ അടുത്ത ചോദ്യം, കൊച്ചിൻ നായർ ആക്ട് ഓഫ് 1937-38. കൊച്ചിൻ നായർ ആക്ട്, ഈ ഒരു ആക്ടിനെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരം ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ഇപ്പൊ ഈ ആക്ടിൽ എന്തൊക്കെയാണ് വന്നത് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ എബോവ് ഇസ് കറക്റ്റ്, ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിയിൽ ഒന്ന് മരുമക്കത്തായം ജോയിന്റ് ഫാമിലി അബോളിഷ് ചെയ്യും. ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവരുന്നത് എപ്പോഴും ഒരു റിഫോർമേഷന് വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ കൊണ്ടുവരിക. അപ്പൊ അത് മരുമക്കത്തായം ജോയിന്റ് ഫാമിലി അബോളിഷ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ പ്രൊഹിബിറ്റഡ് ദ മാരേജ് ഓഫ് ഫീമെയിൽ ലെസ് ദാൻ 60, മെയിൽ ലെസ് ദാൻ 21, അതും കറക്റ്റ് ആയിരിക്കാം. ഇറ്റ് ഈസ് ഓൾസോ പ്രൊഹിബിറ്റഡ് ദ പ്രാക്ടീസ് ഓഫ് പോളിഗമി. അത് പോളിഗമിയും ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു ഈവിൽ പ്രാക്ടീസസിനെ അബോളിഷ് ചെയ്തു എന്നാണ് 3-ഇടത്തും പറയുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ആണ് കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞ എലിമിനേഷൻ ടെക്നിക്കില് 3 ഒരുപോലെയാണ് നമുക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ് വരിക. അടുത്ത ചോദ്യം, നെയിം ദ ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ മെമ്പർ ഓഫ് കൊച്ചി പ്രജാമണ്ഡൽ, തിരുക്കൊച്ചി, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് രാജ്യസഭ. ഇതിൽ നിന്ന് ശങ്കരനെയും കരുണാകരനും അവർക്കൊരു ഡിഫറെന്റ് ലെജിസ്ലേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരെ രണ്ടുപേരെയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്പൂതിരി EMS നമ്പൂതിരിപ്പാടും അച്യുതമേനോൻ. അതിൽ നമ്പൂതിരിപ്പാട് രാജ്യസഭയിൽ പോയിട്ടില്ല എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം C അച്യുതമേനോൻ എന്നുള്ളത് എഴുതാം. ഇനി ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം നമ്പർ ഓഫ് ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ
അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം 200 മാർക്കിനാണ് നമുക്ക് പ്രിലിംസ് വരുന്നത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം ചേർത്ത്. അതിൽ നിന്ന് പാസ് മാർക്ക് മതിയാകും, കട്ട് ഓഫിനേക്കാളും എബോവ് മാർക്ക് മതിയാകും. ഇതൊരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ് എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യവും കേരള പഞ്ചായത്തി രാജ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് ആരുടെ പീരീഡിലായിരുന്നു, ഏത് മിനിസ്റ്റർ ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ പീരീഡിലായിരുന്നു എന്നാണ്. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്, അറിയാമെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം എഴുതാവൂ. ഉത്തരം CT അഹമ്മദ് അലിയാണ്. അപ്പൊ ഇതിൽ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ബിൽ അല്ലെങ്കിൽ ഒരു പീരീഡ് എടുത്താൽ മതി. ഇപ്പൊ 94 എന്ന് പറയുന്ന പീരീഡ്, അപ്പൊ ഓരോ പെർട്ടിക്കുലർ പീരീഡ് എടുത്തിട്ട് ഓരോ മിനിസ്ട്രീസ് ഏതാണെന്നുള്ളത് നോക്കുക. ആ മിനിസ്ട്രീസിലെ CM ആരായിരുന്നു, ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു, അതിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിലെ മിനിസ്റ്റേഴ്സ് ആരായിരുന്നു, ആ ഒരു മിനിസ്ട്രിയുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ റിഫോർമേറ്റീവ് മൂവ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ എലിമിനേഷൻ മെത്തേഡിലൂടെ തന്നെ ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും. അടുത്ത ചോദ്യവും അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. റിഗാർഡിംഗ് സെക്കൻഡ് കോയിലീഷൻ മിനിസ്ട്രി ഓഫ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിന്റെ രണ്ടാമത്തെ മിനിസ്ട്രി വരുന്നത് 1967 എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ മിനിസ്ട്രി ടു ഓഫീസ് ഇൻ ദ ഇയർ 1966 എന്നുള്ളതാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എയും ബിനെയും എലിമിനേറ്റ് ചെയ്തു. ഇനി സിയും ഡിയും മാത്രമേ ഉള്ളൂ. EMS നമ്പൂതിരിപ്പാടിന്റെ മിനിസ്ട്രിയിൽ ഏതൊക്കെ പാർട്ടികളാണ് ഉണ്ടായിരുന്നത്? ഒരു മിനിസ്ട്രീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മിനിസ്ട്രി ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്നു, അതിന്റെ CM ആരായിരുന്നു, അതിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ആരൊക്കെയായിരുന്നു. ഇത് നമുക്കറിയാം, കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ കൊയിലീഷൻ ഗവൺമെന്റ് ആയിരുന്നു കൂടുതൽ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. അപ്പൊ ആ കൊയിലീഷൻ മിനിസ്ട്രിയിൽ ഏതൊക്കെ പാർട്ടികൾ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. കാരണം അത് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ആ ഒരു ചോദ്യത്തിനും ഉത്തരം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ് എന്നറിയാമെങ്കിൽ നമുക്ക് ഒരൊറ്റ ഓപ്ഷനിലേ നിൽക്കുള്ളൂ, ദാറ്റ് ഈസ് 2 and 3. അടുത്ത ചോദ്യം, ദ പേഴ്സൺ ഹു റിസൈൻഡ് ഫ്രം ദ ഐക്യ കേരള കമ്മിറ്റി വിത്ത് ദ ബിലീഫ് ദാറ്റ് ദ സ്റ്റേറ്റ് ഹെഡഡ് ബൈ എ രാജപ്രമുഖ് വിൽ നോട്ട് ബി ഹെൽപ്ഫുൾ ടു ദ ഫോർമേഷൻ ഓഫ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. അപ്പൊ ഇതിൽ ഐക്യ കേരള കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിൽ രാജപ്രമുഖ് വിൽ നോട്ട് ബി ഹെൽപ്ഫുൾ ടു ദ ഫോർമേഷൻ ഓഫ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ് പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്ന് അതുകൊണ്ട് റിസൈൻ ചെയ്തത് ആരാണ്, റിസൈൻ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ നിന്നും 2 പേരെ എലിമിനേറ്റ് ചെയ്യാം. T പ്രകാശം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ടതാണ്, നമുക്കത് അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം. TK മാധവൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്, അതും എലിമിനേറ്റ് ചെയ്തു. ഐക്യ കേരള കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് 2 റിഫോം ലീഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, കേശവമേനോനും കേളപ്പനുമാണ്. അപ്പൊ ഇതിൽ റിസൈൻഡ് ഫ്രം ദ ഐക്യ കേരള മൂവ്മെന്റിൽ നിന്നും അതുപോലെയുള്ള റിഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും ചെയ്യുന്നത് കേളപ്പനാണ്, കേശവമേനോനെക്കാളും. അപ്പൊ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ആ ഒരു റൂളറിനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു ലീഡറിനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ഉത്തരം കേളപ്പനാണ് എന്നുള്ളതിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം അതുപോലെയാണ്, ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. വിമോചന സമരത്തിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അത് ഈ 2 പാർട്ടികളും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫാക്ച്വൽ ചോദ്യമാണ്, അത് ഫാക്ട് പഠിച്ചാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം അതുപോലെയാണ്. ഫസ്റ്റ് MLA who lost the seat as a result of court order. റോസമ്മ പുന്നൂസ് ആണ് കേട്ടോ ഉത്തരം, റോസമ്മ ചാക്കോ അല്ല, റോസമ്മ പുന്നൂസ് ആണ് ഉത്തരം. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് MLA. PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആദ്യത്തെ MLA ആരാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്, ഏറ്റവും ലോങ്സ്റ്റ് ബഡ്ജറ്റ് ആരുടേതാണ്, ഷോർട്ടസ്റ്റ് ബഡ്ജറ്റ് ആരുടേതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫസ്റ്റ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രത്യേകതകളൊക്കെ PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത വേൾഡ് ഹിസ്റ്ററി. അപ്പൊ നമ്മൾ ഈ ഹിസ്റ്ററി ഇതുവരെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കുറെ ഫാക്ച്വൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ, കുറെ ഫാക്ച്വൽ ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമ്മളത് കുറെ ഫാക്ട്സ് കുറച്ചുകൂടി ആ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകി പഠിക്കേണ്ടതുണ്ട്. എന്നാൽ വേൾഡ് ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതിലും ഫാക്ച്വൽ ചോദ്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു അനാലിസിസ് ടൈപ്പിൽ ഉള്ള ചോദ്യങ്ങളും കൂടുതലും വേൾഡ് ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സെക്കൻഡ് വേൾഡ് വാർ പീരിയഡിൽ ഉണ്ടായിരുന്ന വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇവന്റ് ഇസ് റിലേറ്റഡ് ടു ദ സെക്കൻഡ് വേൾഡ് വാർ പീരിയഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഓരോ
ഇവന്റും എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. മൊറോക്കൻ ക്രൈസിസ് നമുക്കറിയാം, ഇറ്റ് വാസ് റിലേറ്റഡ് ടു ദ വേൾഡ് വാർ 1 ആണ്. അത് നമ്മുടെ മൊറോക്കോയിലെ കൺട്രോളിന് വേണ്ടിയിട്ട് ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു മൊറോക്കൻ ക്രൈസിസ്. അപ്പൊ അത് വേൾഡ് വാർ 1-ലായതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു വേൾഡ് വാർ. നമുക്കത് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം. രണ്ടത് സിമ്മർമാൻ ടെലഗ്രാമും അതുപോലെ തന്നെയാണ്, ഒരു ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ജർമ്മനി മെക്സിക്കോയ്ക്ക് കൊടുത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു സിമ്മർമാൻ ടെലഗ്രാം എന്ന് പറയുന്നത്. അതും അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്താണ് അത് നടക്കുന്നത്. ഓപ്പറേഷൻ ബാർബറാസ അതായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ജർമ്മനി ആക്ച്വലി UN-മായി സോവിയറ്റ് യൂണിയൻ ഇൻവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബാർബറാസ. ബെർലിൻ ബ്ലോക്കേഡ് നമുക്കറിയാം, ഇതായിരുന്നു അത് വേൾഡ് വാർ 2-ന് ശേഷം നടക്കുന്നതാണ് ബെർലിൻ ബ്ലോക്കേഡ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഇതിൽ ഓരോ ഇവന്റുകളെ കുറിച്ച് വേൾഡ് ഹിസ്റ്ററിയിൽ നടന്നിരുന്ന വേൾഡ് വാറിന്റെ പീരീഡിൽ നടന്നിരുന്ന ഓരോ ഇവന്റുകളെ കുറിച്ചിട്ടും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി. പ്രിലിംസിന്റെ കേസിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കേണ്ടതില്ല. കാരണം എലിമിനേഷൻ ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിതിൽ ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഇപ്പൊ മൊറോക്കൻ ക്രൈസിസ് ഫസ്റ്റ് വേൾഡ് വാർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഫാക്ച്വൽ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനോടൊപ്പം തന്നെ പെയറിംഗ് ചോദിക്കുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും കൂടെ മിക്സ് ആയിട്ടാണ് ഓരോ സബ്ജക്ട് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു മിക്സർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തത് എടുക്കുമ്പോൾ ഇത് ഏത് ഐഡിയാസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നാറ്റോയുടെ ഐഡിയോളജി എന്തായാലും. അപ്പൊ ഈ 4 നമ്മൾ നാം നോക്കുമ്പോൾ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ന്യൂ കൊളോണിയലിസം അല്ല അവരുടെ ഐഡിയോളജി. ദേ ആർ അഗെയിൻസ്റ്റ് ദ കൊളോണിയലിസം ആണ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. സോ ഇതിൽ കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നോക്കുക, കറക്റ്റ്ലി മാച്ച്ഡ് ആണോ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ 3 എന്നുള്ളത് റോങ് ആൻസർ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബിയിൽ 3 ഉണ്ട്, എയിലും 3 ഉണ്ട്. ഈ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് 2 ഓപ്ഷൻസ് ആണ്, സിയും ഡിയും. അപ്പൊ ഇതില് എ എന്ന് പറയുന്നത് നാറ്റോ ക്യാപിറ്റലിസം ആണ്. അത് നമുക്കറിയാം അല്ലെ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിന്റെ ബേസിക് ഐഡിയോളജി ക്യാപിറ്റലിസം തന്നെയാണ്. അവര് കമ്മ്യൂണിസത്തിന് അഗെയിൻസ്റ്റ് ആണ്. സോ 1 എന്നുള്ളത് കറക്റ്റ് ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ ഇവിടെ വേറെ 1 എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ സി ഈസ് ദ ഓൺലി ആൻസർ. അടുത്തത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ വീണ്ടും ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കുമ്പോൾ 1 എന്നുള്ളത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതിനർത്ഥം 1 കറക്റ്റ് ആണ്. അപ്പോൾ 1 നമ്മൾ വീണ്ടും വായിച്ച് സമയം കളയരുത് പരീക്ഷാ ഹാളിൽ. ഒരു 2ഉം 3ഉം നോക്കുക. കാരണം ഈ അതിൽ നിന്നാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. 2 നോക്കുമ്പോഴേക്കും 2, 3 നോക്കുമ്പോൾ ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് അച്ചീവ് ദെയർ ഫസ്റ്റ് സക്സസ് ഇൻ ആഫ്രിക്ക ആൻഡ് ദെൻ ഇൻ ഏഷ്യ. അത് തെറ്റാണ്. ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് ആദ്യം ഏഷ്യയിലായിരുന്നു, പിന്നീടാണ് ആഫ്രിക്കയിൽ പോയത്. അപ്പൊ 3 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റും പോയി. ഇനി ഈ 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. 2 സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ സ്ട്രഗിൾസ് വെയർ വൺ ഓൺലി ബൈ മീൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് വയലൻസ്. ഫോഴ്സും വയലൻസിലൂടെ മാത്രമാണോ? അല്ല, നോൺ വയലന്റ് ആയിട്ടുള്ള ഒരുപാട് മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ 2 റോങ് ആണ്. വി ആർ ലെഫ്റ്റ് വിത്ത് ഓൺലി 1 ഓപ്ഷൻ. ബി എന്ന് പറയുന്ന 1 only ആണ് ഉത്തരം. അടുത്ത ചോദ്യം അതുപോലെ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ILO-യുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതായത് വേൾഡ് വാറിന് ശേഷം തന്നെ വന്നിരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. സോഷ്യൽ ജസ്റ്റിസ് സെക്യൂർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വേൾഡ് വാർ 1-ന് ശേഷമുള്ള ആ ദുരിതം കാരണം ജനങ്ങൾക്ക് ആ ഒരു ലേബറേഴ്സിന് കുറച്ചുകൂടി ഒരു റിലീഫ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഈ ഒരു ബേസിക് ഐഡിയ മതിയാവും ലേബർ ഓർഗനൈസേഷൻ. പിന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് പഠിക്കുമ്പോൾ ആ ഓർഗനൈസേഷൻസിൽ ഇന്ത്യ മെമ്പർ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇതിൽ ആദ്യത്തേത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായതാണ്. സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടി ഉണ്ടായതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അപ്പൊ നമുക്ക് എയും ബിയും മാത്രം നോക്കിയാൽ മതി, എ ആൻഡ് ബി. അതിൽ 2 എന്ന് പറയുന്നത് രണ്ടിടത്തും ഉണ്ട്. സോ 2 ഇസ് കറക്റ്റ്. ഇത് നമ്മൾ നോക്കേണ്ടത് 3ഉം 4ഉം ആണ്. അതിൽ 4-ൽ ഇന്ത്യ മെമ്പർ ആണോ അല്ലയോ, നമ്മളൊരു ബേസിക് ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും ഇന്ത്യ മെമ്പർ ആണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ, ഒരു ഫൗണ്ടർ മെമ്പർ ആണ് എന്നുള്ളത് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡയറക്ട്ലി ആൻസറിലോട്ട് എത്താം. 1, 2, 3, 4 will be the answer. അടുത്ത ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കോൺസിക്വൻസസ് എന്താണ്, ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇതിൽ നോക്കുമ്പോൾ ഇതിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇൻക്രീസ്ഡ് അൺഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുമ്പോൾ ഒരിക്കലും അൺഓട്ടോമേറ്റഡ് ആയിരിക്കില്ല, അത് ഓട്ടോമേറ്റഡ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ബി, സി, ഡി. അപ്പൊ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ആൻസർ ആവുള്ളൂ,
1 and 3 മാത്രമാണ് ആൻസർ ആവുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്താ ഈ ഒരു ചോദ്യത്തെ മനസ്സിലായ കാര്യം 1ഉം 3ഉം നമുക്ക് ജസ്റ്റ് നമ്മളൊന്ന് ഓടിച്ചു നോക്കുന്നതേ ഉള്ളൂ. അത് 1ഉം 3ഉം കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്ന പോലുമില്ല. രണ്ടാമത്തെ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ നമ്മൾ അവിടെ ആ ചോദ്യത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, ടൈം നമ്മൾ ലാഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിക്ക് വേണം ഓരോ ചോദ്യവും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ ഒരു അനാലിസിസ് രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. ആ ഒരു ട്രെൻഡ് ഒക്കെ കൂടുതൽ മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റൂ. ഇതിലും ചോദിക്കുന്നത് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഓൺഗോയിങ് പ്രോസസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ. ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഒരു കാര്യം മാത്രമല്ല, പണ്ട് മുതലേ ഉണ്ട്. പണ്ട് മുതലേ പല ട്രേഡുകൾ നടക്കുന്നുണ്ട്. നമ്മൾ സിൽക്ക് റൂട്ടുകളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഓയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് പണ്ട് മുതലേ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1 ഇസ് കറക്റ്റ്. അപ്പൊ 1 വെച്ചിട്ടുള്ള 2 ഓപ്ഷനേ ഉള്ളൂ, എയും ഡിയും. അതിൽ 2 എന്നുള്ള ഓപ്ഷൻ രണ്ടിലും കോമൺ ആണ്. അപ്പൊ നമ്മൾ വീണ്ടും 2 നോക്കേണ്ട ആവശ്യമില്ല. ഈ 3ഉം 4ഉം നോക്കുമ്പോൾ കെയിം അബൌട്ട് വിത്ത് റെവല്യൂഷൻ ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കാരണം ഒരുപാട് റെയിൽവേ ആയിക്കോട്ടെ, സ്റ്റീം എഞ്ചിൻ, അങ്ങനെയുള്ള പല കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സും ഗ്ലോബലൈസേഷനിലൂടെ വന്നതാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ഓപ്ഷൻ, ഒരൊറ്റ ഓപ്ഷനാണ് നമുക്കുള്ളത്, ദാറ്റ് ഇസ് ഡി. അത് മാത്രമല്ല ഇതിൽ ഈ ഒരു രീതിക്കും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ 4 ചോദ്യങ്ങൾ, ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ അതിലൊരു കോൺട്രഡിക്ഷൻ ഇല്ല, നമുക്കെല്ലാം കറക്റ്റ് ആണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ വരുന്ന കേസുകളിലും ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ഉത്തരം വരുന്നത്. അടുത്തത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? അപ്പോൾ ആദ്യത്തേത് ഗിൽ സിസ്റ്റം പറഞ്ഞു. ഗ്രേറ്റർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് റിസൾട്ടഡ് ഇൻ ദ എൻഡ് ഓഫ് ഫാക്ടറി സിസ്റ്റം. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് കൂടുമ്പോൾ ഒരിക്കലും അത് ഫാക്ടറി സിസ്റ്റത്തിന്റെ എൻഡ് വരില്ല. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് റോങ്. ഗിൽ സിസ്റ്റം പ്രൊമോട്ടഡ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഗിൽ സിസ്റ്റം അവിടുത്തെ ക്രാഫ്റ്റ്സ്മാനെയാണ് ഉദ്ദേശിക്കുന്നത്. അവര് ട്രേഡൊക്കെ നടത്തി ജീവിച്ചവരായിരുന്നു. അവര് വന്നത് കാരണം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പ്രൊമോട്ടഡ് അല്ലാതെ റീപ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് ഓൾസോ റോങ്. പിന്നുള്ളത് സി ആണ്. സി ആൻഡ് ഡി. സി റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഡി എലിമിനേറ്റ് ചെയ്യാം. മാനുഫാക്ചറിംഗ് മെത്തേഡ് ഓൾസോ ചേഞ്ച് ദ മെത്തേഡ് ഓഫ് എഗ്രികൾച്ചർ. ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. എഗ്രികൾച്ചറിന്റെ മെത്തേഡ്, ഈ പറയുന്ന മാനുഫാക്ചറിംഗ് മെത്തേഡ് വന്നതോടുകൂടി നമ്മുടെ ട്രഡീഷണലിൽ നിന്നും കുറച്ചും കൂടി ഒരു മെക്കനൈസ്ഡ് അഗ്രികൾച്ചർ സിസ്റ്റത്തിലോട്ട് മാറുകയാണ് ചെയ്തത്. സോ ദ ആൻസർ ഈസ് സി. അടുത്തത് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ട് കറക്റ്റ്. അപ്പൊ ഈ കീവേഡ് ഓർത്തുകൊള്ളുക. നോട്ട് കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പൊ നോട്ട് കറക്റ്റ് നോക്കുമ്പോഴത്തേക്കും 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഐഡിയോളജി ഓഫ് ഇമ്പീരിയലിസം എൻകറേജസ് കോൺക്വസ്റ്റ് ആൻഡ് കൊളോണിയൽ ഡോമിനേഷൻ. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. അതുപോലെ കൊളോണിയലിസം പ്രൊഡ്യൂസസ് എ ഡുവലിസ്റ്റിക് സൊസൈറ്റി ഇൻ വിച്ച് വൺ സെക്ടർ ഈസ് മോഡേൺ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് വൈൽ അനദർ സെക്ടർ ഈസ് ട്രഡീഷണൽ ആൻഡ് പ്രീ ക്യാപിറ്റലിസ്റ്റ്. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതൊന്നും നമ്മൾ ഒരു പുസ്തകത്തിലും ചിലപ്പോൾ വായിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. ഇതെല്ലാം നമ്മുടെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലൂടെ നമ്മൾ അറൈവ് ചെയ്യുന്ന ഒരു ആൻസർ ആണ്. ഒരു പുസ്തകത്തിൽ നമുക്കിത് വായിക്കാൻ പറ്റുകയില്ല. അപ്പൊ കൊളോണിയലിസം ഡുവലിസ്റ്റിക് സൊസൈറ്റി കൊണ്ടുവന്നു. നമ്മൾ ഇന്ത്യയിലെ തന്നെ നോക്കും. ഇന്ത്യ ഒരു കൊളോണിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നല്ലോ. 2 സൊസൈറ്റി ഇവിടെയും ഫോം ചെയ്തിട്ടില്ലേ? അപ്പൊ നമുക്കറിയാം ബോംബെ പോലെയുള്ള, അല്ലെങ്കിൽ ചെന്നൈ, കൊൽക്കത്ത പോലെയുള്ള കൺട്രീസിൽ കുറച്ചുകൂടി മോഡേൺ ക്യാപിറ്റലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ അപ്പോഴും ഇവിടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള, വളരെ പ്രീ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളുമുണ്ട്. അപ്പൊ രണ്ടും കൂടി ഒരു ഡ്യുവലിസ്റ്റിക് സൊസൈറ്റിയാണ് ശരിക്കും കൊളോണിയലിസം ഉണ്ടാക്കിയത്. ആ ഒരു ലോജിക്കലായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷനും കറക്റ്റ് ആണ്. ഇൻ കൊളോണിയൽ ഇന്ത്യ അഗ്രികൾച്ചർ ഹാസ് നോ ക്യാപിറ്റലിസ്റ്റ് എലമെന്റ്. അങ്ങനെ പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ കൊളോണിയൽ ഇന്ത്യനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലും ടീ എസ്റ്റേറ്റുകളെ കുറിച്ചും കോഫിയെ കുറിച്ചും ഇൻഡിഗോ കൾട്ടിവേഷനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അഗ്രികൾച്ചർ അതൊക്കെ എന്താണ്? ക്യാഷ് ക്രോപ്സ് ആണ്. ഒരു ക്യാപിറ്റലിസ്റ്റ് എലമെന്റ് കൂടി കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അപ്പോൾ കൊളോണിയൽ ഇന്ത്യയിൽ അഗ്രികൾച്ചറിന് ക്യാപിറ്റലിസ്റ്റ് എലമെന്റ് ഇല്ല എന്ന് പറയുന്നത് തെറ്റായ ആൻസർ ആണ്. അപ്പോൾ ഓപ്ഷൻ ഈസ് സി. അതുപോലെയാണ് അടുത്ത ചോദ്യം. പാർട്ടീഷൻ പ്ലാൻ ഓഫ് ദ പലസ്തീൻ സ്റ്റേറ്റ് ഓഫ് 1947. ഇതിൽ ഏതാണ് കറക്റ്റ്? അപ്പോൾ പാർട്ടീഷൻ പ്ലാൻ ഓഫ് പലസ്തീൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ കീഴിലാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ വേണം. അപ്പോൾ പലസ്തീൻ എന്ന് പറയുന്നത് വാസ് അണ്ടർ ദ ഫ്രഞ്ച് മാൻഡേറ്റ് സിസ്റ്റം. ദാറ്റ് ഈസ് എ റോങ് തിങ്. അത് ബ്രിട്ടീഷ് മാൻഡേറ്റ് സിസ്റ്റത്തിന്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ പ്ലാൻ ഓഫ് പാർട്ടീഷൻ വാസ് റെക്കമെൻഡഡ് ബൈ USA. USA അല്ല, UN ആണ് വരുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ റോങ്. അവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റായത് കൊണ്ട് തന്നെ ഡി എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണ്. സോ ഓൺലി ഓപ്ഷൻ ലെഫ്റ്റ് സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്തത് കേരള കൾച്ചർ.
കേരള കൾച്ചറിൽ നമുക്ക് ഈ കണ്ട പാറ്റേൺ ഇതിലും കാണാൻ പറ്റും. പല ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിന്റെ അകത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ ഇതും നേരത്തെ പോലെ തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്. ഇതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഏത്? അപ്പൊ കറക്റ്റ് അല്ലാത്തത് നോക്കുമ്പോൾ പട്ടണം ഈസ് എ മെഗാലിത്തിക് ബറിയൽ സൈറ്റ്. പക്ഷെ അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. നമ്മൾ മുസിരിസ് പട്ടണം എന്ന് കേട്ടിട്ടില്ലേ? പട്ടണം ഒരു പോർട്ട് സിറ്റിയാണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അപ്പോൾ 3 എന്ന് പറയുന്ന 3 ഓപ്ഷൻ നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. ബി, സി, ഡി. അപ്പോൾ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് 1 മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്ന ഉത്തരം നോട്ട് കറക്റ്റ് ആണ് കേട്ടോ, അത് ശ്രദ്ധിച്ചോളണം. നോട്ട് കറക്റ്റ് ആകുമ്പോൾ ഏത് മാത്രമേ വരുന്നുള്ളൂ? 3 ആണ്. ഓൾ ഓഫ് ദ എബോവ് അല്ല, 3 ആണ് വരുന്നത്. കേരളത്തിൽ മെഗാലിത്സ് എന്ന് പറയുന്നത് ബറിയൽ സൈറ്റ് തന്നെയായിരുന്നു. നമുക്ക് അറിയാം, ടോപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞ പല മെഗാലിത്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് കറക്റ്റ് ആണ്. അപ്പൊ 1 എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണ്. സോ ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് വരും. ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ എ ആൻഡ് ബി കറക്റ്റ് ആണ്. ഡിയും ഓൾ ഓഫ് ദ എബോവ്. 1 എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 നമുക്ക് എടുക്കാം. പക്ഷെ നമുക്കറിയാം 3 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുന്നത് റോങ് ആൻസർ ആണ്, ഇതും റോങ് ആൻസർ ആണ്. സോ നോട്ട് കറക്റ്റ് എന്ന് പറയുമ്പോൾ 3 മാത്രമേ വരൂ. അടുത്തത് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മെഡിസിൻ. അഗെയിൻ നോട്ട് റിലേറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള പുസ്തകങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതും അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ എഴുതാവൂ. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അല്ലെ മാതംഗലീല, പ്രക്രിയ സർവാസ്വം, അഷ്ടാംഗ ശരീരം, പ്രയോഗ്യ സമുച്ചയം. അല്ലെ മാതംഗലീല മെഡിസിനുമായി റിലേറ്റ് ചെയ്തത് കൊണ്ടുള്ളതാണ്. ഒരു എലിഫന്റിന്റെ മെഡിസിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിലെ പ്രക്രിയ സർവാസ്വം ശരിക്കും പറഞ്ഞാൽ ഒരു സാൻസ്കൃത് ഗ്രാമറുമായി ബന്ധപ്പെട്ട, അതുകൊണ്ട് തന്നെ ഇതാണ് ബി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അഷ്ടാംഗ ശരീരവും പ്രയോഗ സമുച്ചയവും ആയുർവേദവുമായി ബന്ധപ്പെട്ടത്. അടുത്ത ടെമ്പിൾ ആർക്കിടെക്ചറിൽ വീണ്ടും ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് കറക്റ്റ്. ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ കൂത്തമ്പലം ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് കേരള ടെമ്പിൾ ആർക്കിടെക്ചർ. അപ്പൊ കേരള ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഒരു പ്രധാന ഫീച്ചറാണ് കൂത്തമ്പലം. അപ്പൊ മലയാളികൾക്ക് എന്തായിരുന്നാലും അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. സോ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇതിലെ നോട്ട് കറക്റ്റ് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് 1 and 3 മാത്രമാണ്. അപ്പൊ നമ്മുടെ കേരള ടെമ്പിൾസിലെ വിമാന എന്ന് പറയുന്നത് ദ്രവീഡിയൻ ആർക്കിടെക്ചറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. ഒരു പിരമിഡൽ ടെമ്പിൾ ആണ് വിമാന എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലെ ബാക്കി ടെമ്പിളുകൾ, പ്രധാനമായും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വിമാന ഫീച്ചർ വളരെ പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ കേരളത്തിലെ അമ്പലങ്ങളിൽ അങ്ങനെ ഒരു വിമാന എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ കാണുന്നത് കുറവാണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം എന്താണ്? 3 എന്ന് പറയുന്നതാണ് തെറ്റ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും. പിന്നെ പല്ലവ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ദ്രവീഡിയൻ ആർക്കിടെക്ചർ തന്നെയാണ്. അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കേരളത്തിന്റെ ടെമ്പിൾ ആർക്കിടെക്ചറിനും പല്ലവ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്. കാരണം ദ്രവീഡിയൻ ആർക്കിടെക്ചറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ശരിക്കും ഉണ്ട്, എന്നാൽ അത് മൊത്തത്തിൽ എടുത്തിട്ടില്ല. അപ്പോഴും നമ്മുടേതായിട്ടുള്ള കുറെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ടെമ്പിൾ ആർക്കിടെക്ചർ ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ നമുക്ക് 3 എത്താം. അടുത്തതായിട്ട് ഇൻസ്ക്രിപ്ഷൻസ്. ഈ ഇൻസ്ക്രിപ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. PSC പല ചോദ്യങ്ങളിലും പല ചോദ്യ പേപ്പറുകളിലും ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു ഓരോ പ്ലേറ്റിലെയും ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കേൾക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെ ജൂയിഷ് കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് ജോസഫ് റബ്ബാന് തന്നെ കൊടുത്തതാണ്. ഒരു 72 പ്രൊപ്രൈറ്ററി റൈറ്റ്സ് ജോസഫ് റബ്ബാന് കൊടുത്തതിനെ കുറിച്ചിട്ടാണ് ജൂയിഷ് കോപ്പർ പ്ലേറ്റ് പറയുന്നത്. അത് ആദ്യകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചേര പീരിയഡിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ജൂയിഷ് കോപ്പർ പ്ലേറ്റ്. പാർത്ഥിവപുരം ആയി ഡൈനാസ്റ്റിയിലാണ്. പാർത്ഥിവപുരത്തിലാണ് ആദ്യമായി കാന്തല്ലൂർ ശാലയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ മാമ്പള്ളി കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നതിൽ വല്ലഭക്കോട കൊണ്ടുവന്നതാണ്. അതിലാണ് ആദ്യമായിട്ട് കൊല്ലം വേണാട് ഇംഗത്തിന്റെ പീരിയഡിൽ കൊണ്ടുവന്ന ഒരു കോപ്പർ പ്ലേറ്റ് ആണ് മാമ്പള്ളി കോപ്പർ പ്ലേറ്റ്. അപ്പൊ ഇതുപോലെ ഡിഫറെന്റ് കോപ്പർ പ്ലേറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓരോ ഇൻസ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് ആരാണ്, ഏത് കിങ്ങിന്റെ പീരീഡിലായിരുന്നു, ഏത് കാലഘട്ടത്തിലായിരുന്നു, അതിനെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളത് ഒരു ടേബിൾ ഫോർമാറ്റിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരവിടാം. വീണ്ടും വർക്കും ഓതറും. ഇതില് ലിറ്ററേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം കേരള കൾച്ചറിന്റെ കേസിൽ ആർക്കിടെക്ചറിനും ലിറ്ററേച്ചറിനും വളരെ പ്രാധാന്യം PSC നൽകിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആദ്യത്തെ ചോദ്യം കോകില സന്ദേശം ആരാണ് എഴുതിയത്? ആചാര്യ ചൂഡാമണി, ശക്തിഭദ്ര, ഭാഷ അഷ്ടപതി, ഉണ്ണായി വാര്യർ. ഇതിൽ കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ ഉണ്ണായി വാര്യരെ കുറിച്ച് നമുക്ക് മലയാളികൾക്കൊക്കെ അറിയാം. അദ്ദേഹം നളചരിതം എഴുതി അല്ലെങ്കിൽ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഒരു ഭാഷാഷ്ടപതി എഴുതാനുള്ള ഒരു സാധ്യത കുറവാണ്. ഭാഷാഷ്ടപതി എന്ന് പറയുന്നത് ജയദേവ എഴുതിയ ഒരു സംസ്കൃത് ബുക്കാണ്. ജയദേവന്റെ ഗീതാഗോവിന്ദം എന്ന് പറയുന്ന ബുക്കിന്റെ മലയാള പരിഭാഷയാണ് ഭാഷാഷ്ടപതി. രാമപുരത്ത് വാര്യരാണ് അത് എഴുതിയത്. അപ്പൊ മൂന്നാമത്തത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. തേർഡ് വൺ അല്ല, കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നാൽ കോകില സന്ദേശം എഴുതിയിരിക്കുന്നത് ഉദ്ധാനന്ദ ശാസ്ത്രികളാണ്. കോകില സന്ദേശവും ഭാഷാഷ്ടപതിയും ഒക്കെ നമ്മൾ മലയാളം ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ പഠിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് ചോദിക്കില്ലെങ്കിൽ നമുക്കത് പഠിക്കേണ്ടി വരും. ലിറ്ററേച്ചർ വായിക്കുമ്പോൾ തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കോകില സന്ദേശവും ഭാഷാഷ്ടപതിയും. അപ്പൊ കോകില സന്ദേശം ഉദ്ധാനന്ദ ശാസ്ത്രികളാണ്. ആചാര്യ ചൂടാമണി ശക്തിഭദ്രയാണ് എഴുതുന്നത്. ഇതിൽ അപ്പോൾ നമുക്ക് 1ഉം 3ഉം വീണ്ടും എഴുതാൻ പറ്റും. പക്ഷെ രണ്ടാമത്തത് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ അടിക്കാം. അപ്പോൾ എയും ബിയും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 1 and 2 ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അടുത്ത് വരുന്നത് മ്യൂറൽ പെയിന്റിങ്സ് ഗജേന്ദ്രമോക്ഷം. അപ്പൊ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത് നമ്മൾ മ്യൂറൽ പെയിന്റിങ്സ് പഠിക്കുമ്പോൾ ഗജേന്ദ്രമോക്ഷം വളരെ പ്രധാനപ്പെട്ട ഒരു മ്യൂറൽ പെയിന്റിംഗ് ആണ്. അത് ഏത് പാലസിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഡയറക്റ്റ് ഫാക്ച്വൽ ചോദ്യമാണ്. കൃഷ്ണപുരം പാലസിലാണ് അത് ഇരിക്കുന്നത്. അപ്പൊ ഓരോ പെയിന്റിങ്സ് വന്നിട്ട് അത് ഏതൊക്കെ പാലസുകളിലാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കൂടുതലും അറിയാൻ സാധ്യതയുള്ളത് ചാന്നാർ അഗിറ്റേഷനെ കുറിച്ചിട്ടായിരിക്കും. ചാന്നാർ അഗിറ്റേഷൻ വാസ് എ കാസ്റ്റ് മൂവ്മെന്റ്. അത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മൂന്നാമത്തത് കറക്റ്റ് ആയതുകൊണ്ട് സി ആൻഡ് ബി, എനെയും ബിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സിയും ഡിയും ആണുള്ളത്. അതിൽ നിന്നും 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി നമ്മുടെ മുന്നിലുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശങ്കരസ്മൃതി എന്ന് പറയുന്നത് കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി കറക്റ്റ് തന്നെയാണ്. അത് പ്രധാനമായും ഒരു അന്ന് നിലനിന്നിരുന്ന ഈവിൽ പ്രാക്ടീസുകളെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പുസ്തകമാണ് ശങ്കരസ്മൃതി. ഇതും അറിയാമെങ്കിൽ മാത്രമേ ഉത്തരം എഴുതാവൂ. പക്ഷെ ഇവിടെ 50-50 ആണ് വന്നിരിക്കുന്നത്. 2 ചോദ്യങ്ങൾ 2 ഓപ്ഷനുകൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റി 2 എണ്ണത്തിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇന്റലിജന്റ് ഗസ്സിലൂടെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. രേവതി പട്ടത്താനം. രേവതി പട്ടത്താനത്തെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നമുക്ക് മനസ്സിലാകും അതൊരു ആനുവൽ സ്കോളർലി ഇവന്റ് ആണ്. സാമറിൻ ഓഫ് കാലിക്കറ്റ്, സാമൂതിരി, കാലിക്കറ്റിലെ സാമൂതിരിയുടെ സമയത്ത് നടത്തിയ ഒരു സ്കോളർലി അസംബ്ലിയാണ് രേവതി പട്ടത്താനം എന്ന് പറയുന്നത്. അത് പയ്യൂർ ഫാമിലിയുടെ ഹെഡ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം 1ഉം 3ഉം അല്ലെങ്കിൽ ഈ 2 ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 and 3 എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 is correct statement, 3 എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഒരൊറ്റ ഓപ്ഷനേ നമ്മുടെ മുന്നിലുള്ളൂ, ദാറ്റ് ഇസ് 2. ഇനി വിത്ത് റെഫറൻസ് ടു ദ എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ്, മലയാളം ലാംഗ്വേജിനെ കുറിച്ചിട്ടും ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ് PSC പരീക്ഷയിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ PSC പരീക്ഷകൾ എല്ലാ PSC പരീക്ഷകളും എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്. ആദ്യത്തെ പ്രിന്റഡ് ബുക്ക് ഇൻ മലയാളം ഏതാണ്? അത് സംക്ഷേപ വേദാർത്ഥമാണ്. അപ്പൊ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Which of the following is correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 3 എന്നുള്ളത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, A and C ആണ് ഉള്ളത്. അപ്പൊ അത് രണ്ടിലും 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി 2 ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 1 പിന്നെ നമ്മൾ നോക്കേണ്ടതില്ല, ഓൾറെഡി നമുക്കറിയാം 1 is correct. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ദിബാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു അറബ് ലാംഗ്വേജിൽ നിന്ന് തന്നെ വരുന്നതാണ്. മിനിസ്റ്റർ എന്നുള്ള ഒരു രീതിയിൽ അറബ് ലാംഗ്വേജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. അപ്പൊ ഓരോ ലാംഗ്വേജ് എടുക്കും, ഓരോ എന്തൊക്കെ വാക്യങ്ങളാണ് കടമെടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിച്ചു വെക്കണം. അടുത്തതായിട്ട് Parahida system of astronomy existed in Kerala. Kadapayadi system employed letters to denote numbers, and Lagu Bhaskariya Vyakhya is an astronomical work. അപ്പൊ ഇത് ഒരു നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലോട്ടൊന്നും പോകാനായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു സാധ്യത കുറച്ച് കുറവാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യത്തിൽ നമുക്ക് അറിയുമെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാവൂ. ശരിക്കും കടപ്പയടി സിസ്റ്റം എന്ന് പറയുന്നത് ഡിനോട്ട് സിംബൽസ്, നമ്പേഴ്സ് തന്നെയാണ്. ഒരു സാൻസ്ക്രിത് ലെറ്റേഴ്സിനെ നമ്പേഴ്സ് ആക്കുന്നത് തന്നെയാണ് സംഭവം. അതുപോലെ ലഘു ഭാസ്കരീയ വ്യാഖ്യ എന്ന് പറയുന്നത് ഭാസ്കര എഴുതിയ ഒരു ആസ്ട്രോണമിക്കൽ വർക്കും ആണ്. അത് അറിയുമെങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത പൊളിറ്റിയിൽ നിന്ന് നമുക്ക് 30ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ആൻസർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ എലിമിനേഷൻ ടെക്നിക്ക് കൂടുതൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എന്നാൽ ഫാക്ച്വൽ ചോദ്യങ്ങൾ വരുമ്പോൾ എലിമിനേഷൻ ടെക്നിക്ക് സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം. നമുക്ക് കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ, ഫാക്ട്സ് അറിയുമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിന്ന് ഉത്തരം
അപ്പൊ ഈ ചോദ്യത്തിന് നോട്ട് കറക്റ്റ്, ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോട്ട് കറക്റ്റ് പറയുമ്പോൾ ഇതിൽ 4 സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുക. അതിൽ ആദ്യത്തേത് മെമ്പർ ഓഫ് പാർലമെന്റ് അതർ ദാൻ മിനിസ്റ്റർ, മിനിസ്റ്റർ അല്ലാത്ത ആളാണ് പ്രൈവറ്റ് ബില്ല് പാസ്സാക്കുന്നത് നമുക്കറിയാം. സോ ഇറ്റ് ഇസ് കറക്റ്റ് ആൻസർ. ഇനി ഇത് ആരാണോ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ആ മെമ്പറിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പൊ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു ബില്ല് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പാർലമെന്ററി കോൺഫിഡൻസിനെ അത് ബാധിക്കില്ല. കാരണം മിനിസ്റ്റർ അല്ലാത്ത ഒരു മെമ്പറാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സിയും കറക്റ്റ് ആണ്. സോ ഡി ആയിരിക്കും ഇതിൽ നോട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. 7 days അല്ല, 1 മാസത്തെ നോട്ടീസ് കൊടുത്തിട്ടേ ചെയ്യാൻ പറ്റും. ഇനി ഇതില് ഫെഡറലിസം ഇൻ ഇന്ത്യയിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ നേരത്തെ ഞാൻ ആ എലിമിനേഷൻ ടെക്നിക്കിന്റെ കേസിൽ പറഞ്ഞു, 2 സ്റ്റേറ്റ്മെന്റുകൾ ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണമായിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞു. ഇതിന് നോക്കിയേ, ഇന്ത്യൻ ഫെഡറലിസം ഇസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. രണ്ടാമത്തത് ഇന്ത്യൻ ഫെഡറേഷൻ ഇസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മുടെ യൂണിയൻ ഇന്ത്യയെ നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, എന്നാൽ സ്റ്റേറ്റുകളെ ഡിസ്ട്രക്ട് ചെയ്യാം. ഈ ഇടയ്ക്ക് തെലങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്തു. അപ്പൊ സ്റ്റേറ്റ്സിനെ നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യാം. സോ 1 ഇസ് കറക്റ്റ് ആണ്. അപ്പൊ 1 എന്നുള്ള ഓപ്ഷനുള്ള 3 എണ്ണം കൊണ്ട് നമുക്ക് ബി ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, the term the federation has nowhere been used in federalism ആണ്. federalism has nowhere been used in constitution. കറക്റ്റ് ആണ്. ഫെഡറലിസം എന്നുള്ള ഒരു വാക്ക് ഒരിടത്തും തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിച്ചിട്ടില്ല. Parliament can make laws on any matter in the state list for implementing the international treaties, agreements and conventions. ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കൂടുതലും സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ പോലും ലോ ഉണ്ടാക്കുന്നത് ആരാണ്? പാർലമെന്റ് തന്നെയാണ്. അപ്പൊ 1, 3 and 4 എന്നുള്ളതാണ് ആൻസർ. എ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഡിഫറെന്റ് ഷെഡ്യൂൾസ്. ഇത് പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓരോ ഷെഡ്യൂളുകൾ തന്നിട്ട് ആ ഷെഡ്യൂളുമായി എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നുള്ളത്. അപ്പൊ ഷെഡ്യൂളുകൾ, ഓരോ ഷെഡ്യൂളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചും പഠിച്ചു വെക്കണം. അപ്പൊ 10th ഷെഡ്യൂൾ, ഇതിൽ നമുക്ക് എങ്ങനെ ഉത്തരം എത്താമെന്ന് വെച്ചാൽ 10th ഷെഡ്യൂൾ ആന്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടതാണ്. അപ്പൊ ഇതിൽ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് എന്ന് ചോദിക്കുമ്പോൾ 4ാമത്തത് തെറ്റാണ്. അപ്പൊ ബിനെയും ഡിനെയും എലിമിനേറ്റ് ചെയ്യാം. എ ആൻഡ് സി ഉണ്ട്, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. ആദ്യത്തേത് കറക്റ്റ് ആണ്, 3ാമത്തതും കറക്റ്റ് ആണ്. 2ാമത്തത് നോക്കുക, 6th ഷെഡ്യൂൾ ആണോ അലോക്കേഷൻ ഓഫ് രാജ്യസഭ വരുന്നത്? അല്ല, 4ാമത്തെ ഷെഡ്യൂൾ ആണ്. സോ നമുക്ക് ആ ഒരു ഓപ്ഷനെയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ഈസ് 1 and 3. അതുപോലെ തന്നെയാണ് അടുത്ത ചോദ്യം വരുന്നത്. ഇതിലും നോട്ട് കറക്റ്റ് ഏതാണ്? അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഈ ചോദ്യത്തിനും ഉത്തരം നൽകേണ്ടത്. അടുത്ത ചോദ്യം വരുന്നത്, 5ാമത്തെ ചോദ്യം വരുന്നത്, നോട്ട് ടു ബി ഡീം ടു ബി എ മണി ബിൽ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ദ പ്രൊവിഷൻ ഫോർ. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ABCD എന്നുള്ള ഒരു ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഇതുവരെ എങ്ങനെയാണോ ഡിസ്കസ് ചെയ്തത് ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ചോദ്യത്തിനും ഉത്തരം കൊടുക്കേണ്ടത്. ഇതിൽ ചോദിച്ചിരിക്കുന്ന നോട്ട് കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചു. ഇതിൽ നോക്കുമ്പോൾ ഇതിലും ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2 സ്റ്റേറ്റ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ്, ദ ഇലക്ട്രൽ കോളേജ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അടുത്തതിൽ പറയുന്നുണ്ട് ഇൻക്ലൂഡ് ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് അസംബ്ലി. അപ്പൊ ഇത് രണ്ടും എന്താണ്? കോൺട്രഡിക്ട് ചെയ്യാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, വൈസ് ചെയർ പ്രസിഡന്റിന്റെ ഇലക്ഷന്റെ സമയത്ത് ആരെ ഇൻക്ലൂഡ് ചെയ്യില്ല? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യില്ല. സോ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഇലക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഒരു ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, തുടങ്ങിയ ചോദ്യങ്ങൾ PSC സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ മേഖലകൾ കൂടുതൽ പഠിച്ചു വെക്കുക. ഇതുപോലെയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതും ഡയറക്റ്റ് ചോദ്യമാണ്. 86th അമെൻഡ്മെന്റ് ഏതിലാണ് വന്നത്? വീണ്ടും നമ്മളോട് ഏതാണ് പേയേഴ്സ് നോക്കാൻ പറയുമ്പോൾ സ്വരൻസിംഗ് കമ്മിറ്റി, അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് തന്നെയാണെന്ന് അറിയാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, 3-tier സിസ്റ്റം. അപ്പോൾ ഓരോ കമ്മിറ്റിയും ആ കമ്മിറ്റികൾ എന്തുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു വെക്കണം. രാജമന്നാർ കമ്മിറ്റിയാണ് ശരിക്കും സെൻട്രൽ സ്റ്റേറ്റ് വരുന്നത്. അശോക് മേത്ത കമ്മിറ്റി 2-tier സിസ്റ്റം ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാ ഓപ്ഷൻ വരിക? 1 and 2 മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഡി മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് റിറ്റ് ആണ് എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ അതേ മോഡലിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ നോട്ട് കറക്റ്റ് ഏതാണ്? മണി ബിൽ എന്ന് പറയുന്നത് ലോക്സഭയിൽ മാത്രമല്ല, ഒൺലി ഇൻ ലോക്സഭ ആൻഡ് നോട്ട് ഇൻ രാജ്യസഭ. കറക്റ്റ് ആണ്. മണി ബില്ല് നമുക്ക് ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രാജ്യസഭ ക്യാൻ ഓൺലി ഡിസ്കസ് ദ ബഡ്ജറ്റ് ബട്ട് കനോട്ട് വോട്ട് ഓൺ ദ ഡിമാൻഡ് ഓഫ് ട്രാക്ക്. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. രാജ്യസഭയിലും ലോക്സഭയിലും ഈക്വൽ പവേഴ്സ് ഉണ്ട് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് പാസേജ് ഓഫ് ഓർഡിനറി ബിൽ. അതും കറക്റ്റ് ആണ്.
ഇനി വീണ്ടും ഒരു only Lok Sabha has the power in the introduction and passage of finance bills involving expenditure from the consolidated fund of India. Actually finance bill except money bill ലോക്സഭയിലും രാജ്യസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇസ് ദ റോങ് ആൻസർ. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടും ഈ പൊളിറ്റി ആണെങ്കിലും വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും നമ്മുടെ കൺസെപ്റ്റ് കറക്റ്റ് ആയിരിക്കണം. അതിൽ കൂടുതലും ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിലും നമ്മുടെ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാനായിട്ട് സാധിക്കും. അടുത്ത ഇന്ത്യൻ ഫെഡറലിസം ഈസ് കോൾഡ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ഈ ഒരു ചോദ്യം PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിനെ ആരാണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത്? അതുപോലെയുള്ള ഓരോ വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ഇതും ഒരു പ്രീവിയസ് PSCയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന്റെ ഉത്തരം ഗ്രാൻഡ് ഓസ്റ്റിൻ ആണ്. അതേപോലത്തെ തന്നെയാണ് നമ്മുടെ ഈ 12th ക്വസ്റ്റ്യന് നോട്ട് കറക്റ്റ് ഏതാണ്? CAG കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. CAG കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരം നൽകാൻ പറ്റും. ഇത് ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഓപ്ഷൻ A തന്നെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ BCD വായിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നോക്കൂ, ഇന്ത്യ സബ്മിറ്റ്സ് CAG സബ്മിറ്റ്സ് ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട് റിലേറ്റിംഗ് ടു ദ അക്കൗണ്ട്സ് ഓഫ് ദ സെന്റർ. സെന്ററിന്റെ അക്കൗണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി, ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതിന് കൊടുക്കേണ്ടതുണ്ടോ? നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ തന്നെ CAG റിപ്പോർട്ട് വെക്കേണ്ടത് എവിടെയാണ്? പാർലമെന്റിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്, ചീഫ് ജസ്റ്റിസിനല്ല. അവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. പിന്നെ BCD വായിക്കേണ്ട ആവശ്യം പോലുമില്ല. വീണ്ടും അതുപോലെ തന്നെയാണ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷനിൽ ഈ ചോദ്യത്തില് ഒരു വീക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് അറിയുമെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം നൽകാവൂ. ദ ആൻസർ സാറ്റർഡേ ആണ്. അത് അറിയാമെങ്കിൽ മാത്രമേ ചോദ്യത്തിന് ഉത്തരം നൽകാവൂ. പിന്നെ എല്ലാം പഠിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോകാനും പറ്റില്ല. ചില ചോദ്യങ്ങൾ നമ്മൾ വിടേണ്ട ചോദ്യങ്ങൾ വരും, അത് വിടുക തന്നെ ചെയ്യാം. റിസസ്, അത് നമുക്ക് ഡയറക്റ്റ് ചോദ്യം തന്നെയാണ്. ഇതിൽ എന്താണ് റിസസ്? അപ്പൊ റിസസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആ കൺസെപ്റ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഇതിനെ ഉത്തരം എഴുതാൻ പറ്റും. ഒരു പാർലമെന്റ് കഴിഞ്ഞതിന് ശേഷം അഡ്ജുഡിക്കേറ്റ് ചെയ്തതിനു ശേഷം അത് വീണ്ടും റീഅസംബിൾ ചെയ്യുമ്പോൾ പുതിയ സെഷൻ തുടങ്ങുന്നതിന്റെ ഇടയിലുള്ള ഒരു പീരീഡിനെയാണ് റിസസ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലും നമുക്ക് ഓപ്ഷൻ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഇപ്പൊ കൺകറന്റ് ലിസ്റ്റ് ഏതാണ്? ഓസ്ട്രേലിയ ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് 1ന്റെ ഓപ്ഷൻ A ആണ്. 1 ഇതിൽ A എവിടെയാണ് വരുന്നത്? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, C. അപ്പൊ C ഡയറക്റ്റ് കൊടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ളത് വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അടുത്ത ചോദ്യവും ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് 300A വരുന്നത്. ഇനി ഈ ഒരു ചോദ്യം നോക്കിയാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ആരാണ്, അല്ലെങ്കിൽ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ ഉത്തരത്തിലോട്ട് വരാമെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IAS-ലുള്ള ഒരു ഓഫീസർ ആയിരിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആ സെയിം കാര്യം പറയുന്നു, ഹി ഷുഡ് ഹാവ് പ്രാക്ടീസ് ലോ ഫോർ നോട്ട് ലെസ് ദാൻ 5 years ഇൻ എനി കോർട്ട്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ല അതിൽ എന്തോ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന്. ഒരിക്കലും ഒരു IAS ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഹൈക്കോർട്ടിൽ നിൽക്കാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അതുപോലെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് IAS ആവാം, പക്ഷെ ഒരു 5 years വരുന്നു. അപ്പൊ രണ്ടുപേരും രണ്ട് സർവീസിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ആ രണ്ട് ഓപ്ഷൻസും തെറ്റാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അടുത്ത് പറയുന്നത് 35 years ഓഫ് ഏജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളത്. യൂഷ്വലി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാ ഇലക്ഷൻ കമ്മീഷണറും അത്യാവശ്യം ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഒരു സിറ്റിസൺ ആവണം എന്നുള്ളതാണ് ജനറലി പറയാറുള്ളത്. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏജ് പറയുന്നുണ്ടാവില്ല. ഇനി ഈ ഒരു നോട്ട് ട്രൂ, ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്? അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോൾ ഇതിൽ നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ജനറലി ഈ ഒരു കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇന്ത്യയുടെ റിസർവേഷൻസ് എന്തൊക്കെയായിരുന്നു, ട്രൂ നോട്ട് ട്രൂ എന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തേത് എലിമിനേറ്റ് കൾച്ചർ ഇൻഡ്യൂസ് സ്റ്റീരിയോടൈപ്പ് റോൾ ഓഫ് മെൻ ആൻഡ് വുമൻ. നമുക്കറിയാം അത് കറക്റ്റ് ആവാനാണ് സാധ്യത. അതുപോലെ ചേഞ്ചിങ് പേഴ്സണൽ ലോസ് എസ്പെഷ്യലി ഇൻ മാറ്റേഴ്സ് ഓഫ് മാരേജ്, ഫാമിലി എക്സെട്ര, അതും കറക്റ്റ് ആവാനാണ് സാധ്യത. അതുപോലെ എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ, അതും കറക്റ്റ് ആവാനല്ലേ സാധ്യത. അപ്പൊ ഇതിൽ മാറി നിൽക്കുന്ന ഒരു കാര്യം എന്താണ്? ഡിസ്പ്യൂട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലോട്ട് പോവുക എന്ന് പറയുന്നത് തെറ്റാവാനാണ് സാധ്യത എന്നുള്ളത് നമുക്ക് ഈ ഒരു 4 ഓപ്ഷൻസ് വായിക്കുമ്പോഴേക്കും നമുക്ക് അറിയാൻ സാധിക്കും. അടുത്ത രണ്ട് ചോദ്യങ്ങളും അതുപോലെ തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് അതിൽ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ട്രാൻസ്മിറ്റിംഗ് ദ ഐഡിയ ഓർ തോട്ട് ഇൻ ടു മീനിങ് സിംബൽസ്, എൻകോഡിംഗ് ആണ്. നമുക്ക് ഒരു ജനറൽ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ഉത്തരം എഴുതാം. ഗുഡ് ഗവേണൻസിന്റെ ഫീച്ചേഴ്സ് ഏതാണ് അല്ലാത്തത്? ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം അത് നെപ്പോട്ടിസം ആണ്. അപ്പൊ ജോഗ്രഫിയുടെ കേസിലും അതുപോലെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമുക്കറിയാം 23.5 ലാറ്റിറ്റ്യൂഡ് ആണ്. അപ്പോ ടിയുടെ ഉത്തരം 2 ആണ്. സോ ടി എന്ന് പറയുന്നത് 2 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഇവിടെ ഉള്ളൂ.
സോ അതിൽ കൊടുക്കുക. അപ്പോൾ അത്രയും സമയം നമ്മൾ ബാക്കി വായിച്ച് സമയം കളയേണ്ടതില്ല. ഈ ഒരു രീതിക്ക് പാറ്റേൺ നോക്കുകയാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഈ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, അസേർഷൻ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് സ്റ്റാലക്ടൈറ്റ്സ് ആൻഡ് സ്റ്റാലഗ്മൈറ്റ്സ്. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് സൊല്യൂഷൻ ഈസ് എ ഡോർമന്റ് പ്രോസസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് ഫോംസ് ഇൻ കാർസ്റ്റ് റീജിയൻ. അപ്പൊ ഇതില് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് the correct A. Both A and R are true, but R is not the correct explanation of A. A is true, but R is false. A is false and R is true. ഇങ്ങനെയാണ് അസേർഷൻ ആൻഡ് റീസൺ വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ അറൈവ് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് അറിയേണ്ടത് ആ ഒരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റി ആണ് വേണ്ടത്. കൺസെപ്റ്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന എലിമിനേഷൻ ടെക്നിക്കുകൾ നമുക്ക് പരീക്ഷയ്ക്ക് അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പ്രാക്ടീസ് നമുക്ക് വേണം. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്ത് പഠിക്കുകയും കൂടി വേണം. അപ്പൊ ഇതിൽ എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്ന് വെച്ചാൽ, കാർസ്റ്റ് ടോപ്പോഗ്രഫിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലഗ്മൈറ്റ്സും ഉണ്ടാകും. അത് കറക്റ്റ് ആണ്. സോ അസേർഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തേത് സൊല്യൂഷൻ ഇസ് എ ഡോർമന്റ് പ്രോസസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് ഫോംസ് ഇൻ കാർസ്റ്റ് റീജിയൻ. കാർസ്റ്റ് റീജിയനിൽ ഈ ഒരു ലാൻഡ് ഫോം ഫോം ചെയ്യുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സൊല്യൂഷൻ തന്നെയാണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ എയും ബിയും ട്രൂ ആണ്. പക്ഷെ അപ്പൊ നമുക്ക് എ ഇസ് ട്രൂ, ആർ ഇസ് ഫോൾസ്, എ ഇസ് ഫോൾസ് എന്നുള്ള ഈ രണ്ട് സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് എയും ബിയും ആണ്. അപ്പോൾ എയും ബിയിലും പറയുന്നത് എ ആൻഡ് എ ആർ ട്രൂ. യെസ്, കറക്റ്റ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ആർ എക്സ്പ്ലനേഷൻ ഓഫ് എ ആണോ, നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണോ. സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലഗ്മൈറ്റ്സും ഫോം ചെയ്യുന്നത് ഒരു ഡെപ്പോസിഷനിലൂടെയാണ്. അപ്പൊ സൊല്യൂഷൻ ഒരു ജനറൽ പ്രോസസ് ആണെങ്കിലും സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലഗ്മൈറ്റ്സും ഫോം ചെയ്യുന്നതിന്റെ റീസൺ ഡെപ്പോസിഷൻ ആണ്, സൊല്യൂഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർ എന്ന് പറയുന്നത് ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ല കേട്ടോ, ബി ആണ് ആൻസർ. ഇറ്റ് ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്തതായി റോറിംഗ് ഫോർട്ടീസ്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് ഉത്തരം ഒരു എലിമിനേഷനിലൂടെ ചെയ്യാൻ പറ്റുന്ന കേസാണ്. ദാറ്റ് ഈസ് റോറിംഗ് ഫോർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വെസ്റ്റേർലീസ് ആണെന്നുള്ളതിനെ കുറിച്ച് അറിയാം. അത് സദേൺ ഏരിയ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിലൂടെ പോകുന്ന ഒരു വിൻഡ് ആണ്. ഈ കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഈ ചോദ്യത്തിനും ഉത്തരം എഴുതാം. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റോറിംഗ് ഫോർട്ടീസ് നമുക്കറിയാം വളരെ എന്തോ ഒരു ഭീകരമായ ഒരു സംഭവമാണ്. അപ്പൊ എന്തുകൊണ്ട് അത് സദേൺ ഹെമിസ്ഫിയറിൽ വരുന്നത്? അവിടെ കൂടുതൽ ലാൻഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ റോറിംഗ് ആയിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു വെസ്റ്റേർലീസ് ആയിട്ടാണ് അത് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, ദേ ബ്ലോ അൺഇന്ററപ്റ്റഡ് ഇൻ ദ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. ആ ഓപ്ഷൻ തെറ്റാണ്. അത് സദേൺ ഹെമിസ്ഫിയറിലൂടെ മാത്രം പോകുന്നതാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് റോങ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എ, ബി, സി ആൻഡ് ഡി എലിമിനേറ്റ് ചെയ്യാം. സോ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അപ്പൊ ബാക്കി മൂന്ന് കാര്യങ്ങൾ നമുക്ക് വായിക്കുക പോലും ഇല്ലാണ്ട് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഇതും ബേസിക് ആയിട്ട് കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ്. അപ്പോൾ ജോഗ്രഫിയിൽ കൂടുതലും ഓരോ പ്രോസസ്സും അല്ലെങ്കിൽ ഓരോ ഇവന്റും എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പൊ ഈ എർത്ത് വേക്കിനെ കുറിച്ചിട്ട് ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എർത്ത് വേക്ക് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ 2 സ്കെയിലുകളാണ് ഇതിലുള്ളത്. ഇപ്പൊ മെർക്കലി സ്കെയിലും ഉണ്ട്, റിച്ചർ സ്കെയിലും ഉണ്ട്. എർത്ത് വേക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം അതിൽ മെർക്കലി സ്കെയിൽ ഇന്റൻസിറ്റി നോക്കാനും റിച്ചർ സ്കെയിൽ മാഗ്നിറ്റ്യൂഡ് നോക്കാനും ഇത്രയും കാര്യങ്ങളെ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഇന്റൻസിറ്റി ഓഫ് ആൻ എർത്ത് ഈസ് മെഷേർഡ് ഓൺ ദ മെർക്കലി സ്കെയിൽ. ദാറ്റ് ഈസ് കറക്റ്റ്. ഇന്റൻസിറ്റി മെർക്കലി സ്കെയിലാണ് ചെയ്യുന്നത്. സോ നമുക്ക് ബി എന്നുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് മാഗ്നിറ്റ്യൂഡ് ഈസ് ദ മെഷർ ഓഫ് എനർജി റിലീസ്ഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും എനർജി തന്നെയാണ്. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന എഫക്ട് എത്രയാണ്. സോ 2 ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ 1 ഉം 2 ഉം കറക്റ്റ് ആകുമ്പോൾ ഒരൊറ്റ ഓപ്ഷനെ നമുക്കുള്ളൂ. ഈ 3 ഉം 4 ഉം കറക്റ്റ് ആണോ നമുക്ക് അറിയ പോലും വേണ്ട. വി ക്യാൻ അറൈവ് അറ്റ് ദ ആൻസർ ആസ് 1, 2 and 3 ആണ് കറക്റ്റ്. വോൾക്കാനിക് ഇറപ്ഷൻ ഡു നോട്ട് occur in the. ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിരുന്നാൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള അതായത് ഒരു ജോഗ്രഫി എപ്പോഴും പഠിക്കുമ്പോൾ അറ്റ്ലസ് നമ്മുടെ കയ്യിലുണ്ടാവും. അറ്റ്ലസ് വെച്ചിട്ട് ഓരോ രാജ്യങ്ങൾ എവിടെയാണ് അല്ലെങ്കിൽ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഫിസിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഓരോ ഇപ്പൊ ഒരു മൗണ്ടൻ പഠിക്കുമ്പോൾ അത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ ആ ഒരു മൈൻഡിൽ നമുക്ക് വരേണ്ടത് ആ മാപ്പ് ആയിരിക്കും. അപ്പൊ ബാൽറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ ബാൽറ്റിക്സ് എവിടെയാണെന്നുള്ള ഒരു ഐഡിയ വേണം നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഓരോ സീനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓരോ പ്ലേസിനെ കുറിച്ചിട്ടാണ് എന്നുണ്ടെങ്കിലും അതിനെ കുറിച്ചിട്ട് അറ്റ്ലസ് വെച്ച് മാപ്പ് ചെയ്ത് മാത്രമേ ജോഗ്രഫി പഠിക്കാവൂ.
അപ്പൊ ബാൽറ്റിക് സീ എന്ന് പറയുന്നത് യുറേഷ്യൻ റീജിയൻ ആണെന്നുള്ളത് അറിയാം. അവിടെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് യുറേഷ്യയിൽ ഉണ്ടാവുന്നത്. സോ ഡു നോട്ട് ഒക്കർ, വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കർ ചെയ്യാത്ത സ്ഥലമാണ്. അപ്പൊ വോൾക്കാനിക് ഇറപ്ഷൻ എപ്പോഴും ഒക്കർ ചെയ്യുന്നത് എവിടെയാണോ ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ടാവുന്നത്, ആ ഒരു ഭാഗത്തായിരിക്കില്ല എപ്പോഴും വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ആ കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരം എഴുതാം. അപ്പൊ ബാൽറ്റിക് സീ വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്, അവിടെ ടെക്ടോണിക് പ്ലേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട്, യുറേഷ്യൻ വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന പ്ലേറ്റ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. അപ്പൊ ബ്ലാക്ക് സീയിലാണെങ്കിൽ അനാറ്റോളിയൻ പ്ലേറ്റ് ഉണ്ട്, കരീബിയൻ പ്ലേറ്റ് കരീബിയൻ സീയിൽ അവിടെയുണ്ട്. കാസ്പിയൻ സീക്ക് ചുറ്റുവട്ടവുമാണെന്നുണ്ടെങ്കിൽ വോൾക്കാനോസ് ഉണ്ട്. വോൾക്കാനോസ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കർ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓൺലി ആൻസർ ഈസ് ബാൽറ്റിക് സീ. അപ്പൊ ആ ഒരു മാപ്പ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരം എഴുതാം. അതുപോലെ തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്ലോൺ. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് അറിയുന്നതാണ് ഒരു സൈക്ലോൺ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതൊരു എയറിന്റെ കൺവേർജൻസ്, ഇതും കൺസെപ്റ്റ് ആണ് വരുന്നത്. എയർ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് സൈക്ലോൺ ഉണ്ടാവുന്നത്. അത് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് എയർ തന്നെയാണ്. പിന്നെ നമുക്കൊരു ഡൗട്ട് വരുന്നത് സെൻട്രിഫ്യൂഗൽ ആണോ സെൻട്രിപെറ്റൽ ആണോ. അപ്പൊ നമുക്കറിയാം സെൻട്രിപെറ്റൽ ആണ് വരുന്നത്. കാരണം എന്താണ്, ഇൻവേർട്ട് മൂവ്മെന്റ് ആണ്. അപ്പൊ 3 ഇസ് എ റോങ് വൺ. അപ്പൊ 3 എന്ന് പറയുന്നത് ഇല്ലാത്ത ഓപ്ഷൻ ഏതാ ഉള്ളത്? 1, 2 and 4. അപ്പൊ അതായിരിക്കും കറക്റ്റ് ആൻസർ. വോൾക്കാനിറ്റി ഇതും നേരത്തെ പോലെ തന്നെയാണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞിരുന്നാൽ നമുക്ക് ഇതിന്റെ ആൻസറും എഴുതാൻ പറ്റും. സഹാറൻ ഡെസേർട്ടിന്റെയും സെയിം ആണ്. എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇതിങ്ങനെ വരാനൊരു സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലോട്ട് എത്താനായിട്ട് പറ്റും. ഇതിൽ നോക്കുമ്പോൾ സഹാറൻ ഡെസേർട്ട് ഡസ് നോട്ട് പ്ലേ എനി റോൾ ഇൻ ഡിറ്റർമൈനിങ് ദ ഇന്റൻസിറ്റി ഓഫ് ഹെറിക്കൻസ് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇത് തെറ്റാണ്. ഈ ഒരു ഇതിൽ പ്രധാനമായിട്ടും ഒരു റോൾ ഉണ്ട് ഹെറിക്കൻസിന്റെ കേസിൽ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഫോൾസ് ആണ്. അതുപോലെ റിവേഴ്സിനെ കുറിച്ചിട്ട് നേരത്തെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് എങ്ങനെയാണോ ചെയ്തത് ആ രീതിക്ക് തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ആതിരപ്പള്ളി ചാലക്കുടിയിലാണ് എന്നുള്ളത് അറിയാം. സോ 4 വെച്ചിട്ടുള്ള BCD ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആൻഡ് ചിത്രകൂട് ഇന്ദ്രാവതി. ഓരോ റിവറും ആ റിവറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാട്ടർഫോൾസ്, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് എടുത്തിട്ട് ഓരോ ഹിൽസ് ഏതൊക്കെയാണ്, ആ ഹില്ലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹിൽ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്, അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുക ചിത്രകൂട് ഇന്ദ്രാവതി, ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ABD എടുക്കാം. ദൂത് സാഗർ മണ്ഡോവി റിവറിലാണ്, സുവാരിയിലല്ല. അപ്പൊ 2 വരുന്നത് തെറ്റാണ്. സോ ഇത് രണ്ടും പോയി. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് B and C ആണ്. 1 കറക്റ്റ് ആയതുകൊണ്ട് B ഓപ്ഷൻ ആണ് വരുന്നത്. പിന്നെ ചിറാപ്പുഞ്ചി, ഇതും നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ഹില്ല് എടുക്കുക. ആ ഹില്ല് എവിടെയാണ് വരുന്നത്, ഏത് ഹിൽ, ഒരു ചിറാപ്പുഞ്ചി എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷൻ, ആ ഹിൽ സ്റ്റേഷൻ ഏത് ഹില്ലിലാണ് വരുന്നത് എന്നുള്ളത് മാപ്പ് വെച്ച് തന്നെ പഠിക്കുക. എന്നാൽ മാത്രമേ ഇതിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരു ബുക്ക് നോളജ് വെച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഓർമ്മ വരണമെന്നില്ല. എപ്പോഴും ഓർത്തിരിക്കാനായിട്ട് അറ്റ്ലസ് വെച്ച് തന്നെ ഈ കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ ടൗൺ സ്റ്റേഷൻ ഏതാണെന്ന്. അപ്പൊ ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഇതിലൊരു ഗസ് അടിക്കാൻ പറ്റുന്നത് മംഗ്ലൂരു എന്ന് പറയുന്നത് ഒരു പോർട്ട് സിറ്റി ആണെന്ന് അറിയാം. കുതിരമുഖിൽ ഒരുപാട് അയൺ ഓറുകൾ ഉണ്ട് എന്നുള്ളതും അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഗോസ്റ്റ് ടൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു അബണ്ടൻ ആയി പോയത് എന്നുള്ള ഒരു മീനിങ് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുതിരമുഖ് അയണോർ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അയണോറിലെ എന്താണ് അവിടെ ഏതെങ്കിലും ഒരു പാറീസ് ഇല്ലാണ്ടാക്കിയതോ അങ്ങനെ ഒരു ഗോസ്റ്റ് ആയി പോയതാണോ എന്ന് നമുക്ക് ഒരു ഗസ് മാത്രമാണ്. ഗസ് അടിച്ച് കുതിരമുഖിൽ ഒരു ഉത്തരം എത്താം. ഗസ് അടിക്കുന്ന സമയത്ത് ഇന്റലിജന്റ് ആയിട്ട് മാത്രമേ ഗസ് അടിക്കാവൂ. ഇനി ഫ്ലഡിനെ കുറിച്ച് സിമിലർ ആണ്. വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3, 4 തന്നെയായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എല്ലാ പോർഷൻസും കവറായി. ഇനി മാത്സ് കൂടി ഉണ്ട്. മാത്സ് ശരിക്കും പറഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിംഗ് ആണ് അതിൽ വരുന്നത്. അതിലൊരുപാട് അത്തമെറ്റിക് ചോദ്യങ്ങളുണ്ട്. അതും കൂടുതൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. 20 അല്ലെങ്കിൽ 15 മാർക്കിനായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പേപ്പർ 1-ൽ. ആ 15 മാർക്കിന് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് മെത്തേഡുകൾ പഠിക്കുക. കാരണം നമുക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ ഷോർട്ട് കട്ട് മെത്തേഡ് എടുത്തിട്ട് ഓരോ അത്തമെറ്റിക് പ്രോബ്ലവും ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. അതുപോലെ കോഡ്സ് അല്ലെങ്കിൽ ഒരു ഇതുപോലെ തന്നെ എൻകോഡിംഗ് ഡീകോഡിംഗ് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ എലിമിനേഷൻ ടെക്നിക്ക് മാത്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, ലാസ്റ്റ് 2 ഡിജിറ്റ് നമുക്ക് കിട്ടിയാൽ ഓപ്ഷൻ നോക്കുക, അതിലെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക, അതുമായിട്ട് മാപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെയും ചെയ്യാം. ഇനി ഒരു എക്സാമ്പിളിലെ ടിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കാമായിട്ട് തന്നെ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുക. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് തന്നെ റീഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും വ്യക്തമായിട്ട് തന്നെ വായിച്ചു നോക്കുക. ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്ക് എങ്ങനെയെന്ന് വെച്ചാൽ 1.5 മണിക്കൂർ പരീക്ഷ എന്ന് പറയുമ്പോൾ മൊത്തം 90 മിനിറ്റ്സ് ആണ്. അതിൽ ആദ്യത്തെ 40 മിനിറ്റ് എന്ന് പറയുന്നത് ചോദ്യപേപ്പർ മൊത്തം ഒന്ന് പോകുന്നുണ്ടാവും. ആ പോകുന്ന സമയത്ത് എനിക്ക് അറിയുന്ന ഷുവർ ആയിട്ട്
40 മിനിറ്റ്സിൽ അറിയുന്ന എല്ലാ ക്വസ്റ്റ്യനുകൾക്കും ഉത്തരം കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഫെമിലിയർ ആയി. ആദ്യത്തെ തവണ നോക്കുമ്പോൾ നമ്മൾ ഈ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ 2 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബാക്കി 2 ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അത് ആ സമയത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു റൗണ്ട് ഇട്ട് വെക്കും. ഞാൻ നെക്സ്റ്റ് റൗണ്ടിൽ വരുമ്പോൾ മാർക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളത് എനിക്ക് അറിയാവുന്നത്. അപ്പൊ 40 മിനിറ്റ്സ് എടുത്തു. ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് കവർ ചെയ്തു. അടുത്ത 30 മിനിറ്റ്സ് എടുക്കും. ആ 30 മിനിറ്റ്സിൽ ഞാൻ ചിലപ്പോൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേസുകൾ ഉണ്ടാവും. 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തതുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും. അതായിരുന്നു അടുത്ത 30 മിനിറ്റ്സ്. അതിന് ശേഷമുള്ള 20 മിനിറ്റ്സിൽ ചെയ്യുന്നത് അതായത് സെക്കൻഡ് റൗണ്ട് പോയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളായിരുന്നു അടുത്ത 20 മിനിറ്റിൽ എടുത്തിട്ട് ആ 20 മിനിറ്റിൽ അങ്ങനെയുള്ളതിൽ ഏതൊക്കെ എനിക്ക് ഉത്തരം നൽകാൻ പറ്റും എന്നുള്ളത് നോക്കും. അപ്പൊ ഈ എലിമിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടിട്ടായിരുന്നു ഞാൻ ഈ ഒരു 100 ചോദ്യങ്ങളും എഴുതിയിരുന്നത്. അതിൽ ഒട്ടും എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ഓപ്ഷൻ പോലും എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ മാത്രമായിരുന്നു ഞാൻ കൂടുതലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാത്തിനും ആൻസർ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഏറ്റവും ഷുവറായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് വേണം ആദ്യം ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ആ കോൺഫിഡൻസിൽ നിന്ന് നമുക്ക് ബാക്കി പതിയെ പതിയെ ചെയ്തു പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്തു. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മളൊരു പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ ഫേസ് ചെയ്യാനുള്ളത്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിക്കുകയും കൂടി ചെയ്യേണ്ടത്. അപ്പൊ താങ്ക് യു. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. Thank you so much, ma'am.